ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നല്ല നാമം ഈ നല്ല പകലിലും നമ്മുടെ മധ്യ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും പ്രത്യാശയോടും കൂടെ ആ നല്ല കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ സ്വർഗ്ഗത്തിലെ വലിയവനാകുന്ന ദൈവം ഒരുക്കി തന്ന വിലയേറിയ നല്ല അവസരത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്കൊരുമിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആ കർത്താവിനെ ഒരു നിമിഷം സ്തുതിച്ചാട്ടെ. ഇങ്ങനെ ഒരു അവസരം തന്ന, ഇങ്ങനെ ഒരു നല്ല പ്രഭാതം തന്ന കർത്താവിനെ ഈ വിധത്തിൽ സന്തോഷിക്കുവാൻ, സന്തോഷത്തിൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ, എണ്ണത്തിൽ കുറയാതെ നമ്മെ പരിപാലിച്ച് വഴി നടത്തുന്ന നല്ല കർത്താവിനെ ഒരു നിമിഷം ഹൃദയം തുറന്ന് കരങ്ങളെ അടിച്ച് അന്യഭാഷകളിൽ സ്തുതിച്ച് ആ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. അവൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവർ, അവൻ്റെ കരുതൽ തിരിച്ചറിയുന്നവർ, കാക്കുന്ന ദൈവത്തെ, കരുതുന്ന ദൈവത്തെ, പരിപാലിക്കുന്ന ദൈവത്തെ, ശക്തി പകരുന്ന ദൈവത്തെ, സ്നേഹിക്കുന്ന യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അങ്ങയുടെ സ്നേഹത്തിനായി, അങ്ങയുടെ കരുതലിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ആലയത്തിനകത്തായിരിക്കുന്നവർ, ലൈവിൽ ഞങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ, ഇനി വീക്ഷിക്കുവാൻ പോകുന്നവർ, നിങ്ങളെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് നടക്കുന്ന സഭാരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആ സമൃദ്ധി കരുതലായി, ആ സമൃദ്ധി വഴി നടത്തലായി, ആ സമൃദ്ധി സ്നേഹമായി, ആ സമൃദ്ധി പരിപാലനമായി ഈ കഴിഞ്ഞൊരു വർഷം അനുഭവിച്ചവരാണ് ഞാനും ഇതിനകത്തായിരിക്കുന്നവരും. തുടർന്നും അതേ സമൃദ്ധി ക്ഷേമമായി നമ്മെ വഴി നടത്തപ്പെടുവാൻ, അതേ ആ ദൈവത്താൽ വഴി നടത്തപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അല്പസമയത്തെ വചന ധ്യാനത്തിനായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഒരു വാക്യം വായിക്കട്ടെ. ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യം. ഒരിക്കൽ കൂടി ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം 34-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: എന്നാൽ അവരുടെ വീണ്ടെടുപ്പുകാരൻ ശക്തിമാൻ, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. ഭൂമിക്ക് സ്വസ്ഥത വരുത്തേണ്ടതിനും ബാബേൽ നിവാസികൾക്ക് സ്വസ്ഥത വരുത്തേണ്ടതിനും അവരുടെ നടുവിൽ വ്യവഹാരം അവൻ ശ്രദ്ധയോടെ നടത്തും. ഒരു നിമിഷം കൂടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഈ നല്ല പകലിൽ പ്രതീക്ഷകൾ ഒത്തിരിയുണ്ട് കർത്താവേ, ആഗ്രഹങ്ങൾ ഒത്തിരിയുണ്ട് അപ്പാ. കൊതിക്കുന്നുണ്ട് കർത്താവേ നല്ലത് പ്രാപിക്കുവാൻ, നല്ലത് അനുഭവിക്കുവാൻ, നന്മ അനുഭവിക്കുവാൻ, നല്ലത് അപ്പനെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുവാൻ, അപ്പാ നന്നായിരിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവരുടെ ജീവിതത്തിൽ നല്ല കർത്താവേ അങ്ങ് നല്ലത് തന്നെ ചെയ്യണമേ. അങ്ങയുടെ വചനം ഇന്ന് പകലിൽ ഈ പ്രിയപ്പെട്ടവർക്ക് ദൈവശബ്ദമായി കേൾക്കുവാൻ അങ്ങ് അവസരം നൽകണമേ കർത്താവേ. ദൈവവചനത്തിൻ്റെ ശക്തി ഈ കൂട്ടത്തിന് മേൽ വ്യാപരിക്കട്ടെ. ലൈവിൽ കേൾക്കുന്നവരുടെ മേൽ അവർ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവവചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. അപ്പാ ജീവിപ്പിക്കുന്ന വചനത്തിൻ്റെ ശക്തി ജീവനും ജീവൻ്റെ സമൃദ്ധിയുമായി വ്യക്തി ജീവിതങ്ങളിൽ വ്യാപരിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ ശക്തി അനുഭവിക്കുവാൻ തക്കവണ്ണം, ദൈവവചനത്തിൻ്റെ ശക്തിയിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം വ്യക്തികളെ അങ്ങ് ഒരുക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. അപ്പൻ്റെ വലിയ സാന്നിധ്യം ഇപ്പോൾ മുതൽ ചലിച്ചു തുടങ്ങട്ടെ. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് താഴ്ത്തുന്നു അപ്പാ. പുകഴ്ച പറയുവാൻ ശ്രേഷ്ഠതയൊന്നുമില്ല, എങ്കിലും അങ്ങയുടെ വചനവുമായി നിൽക്കുന്നു. പ്രയോജനപ്പെടുത്തിയാട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ആ വാക്യം ഞാൻ വായിക്കട്ടെ. ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം 34-ാമത്തെ വാക്യം. എന്നാൽ അവരുടെ വീണ്ടെടുപ്പുകാരൻ ശക്തിമാൻ, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. ഭൂമിക്ക് സ്വസ്ഥത വരുത്തേണ്ടതിനും ബാബേൽ നിവാസികൾക്ക് സ്വസ്ഥത വരുത്തേണ്ടതിനും അവരുടെ വ്യവഹാരം അവൻ ശ്രദ്ധയോടെ നടത്തും. ഈ വാക്യത്തിന് ഇങ്ങനൊരു ടൈറ്റിൽ കൊടുത്ത് ധ്യാനിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു: എൻ്റെ വീണ്ടെടുപ്പുകാരൻ ശക്തിമാൻ. സന്തോഷമുള്ളവർ വിളിച്ചു പറഞ്ഞാട്ടെ: എൻ്റെ വീണ്ടെടുപ്പുകാരൻ ശക്തിമാൻ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ശക്തിമാർ. എത്ര പേർക്ക് വിശ്വാസത്തോടെ പറയുവാൻ കഴിയും: എൻ്റെ വീണ്ടെടുപ്പുകാരൻ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നം
പ്രശ്നങ്ങളിൽ നിന്ന് എന്നെ വീണ്ടെടുക്കുവാൻ അവൻ ശക്തിമാനാണ്. അതെ, എൻ്റെ രോഗത്തിൽ നിന്ന് എന്നെ വീണ്ടെടുക്കുവാൻ എൻ്റെ യേശു ശക്തിമാനാണ്. ഞാൻ കടന്നു പോകുന്ന പ്രശ്നങ്ങളിൽ നിന്ന്, ഞാൻ കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ നിന്ന് എന്നെ വീണ്ടെടുത്ത് രക്ഷിക്കുവാൻ എൻ്റെ യേശു ശക്തനാണ്. ഞാൻ തകർന്നു പോകാതെ എന്നെ നിലനിർത്തുവാൻ എൻ്റെ യേശു ശക്തനാണ്. വിശ്വസിക്കുന്നവർ വിളിച്ചു പറയുക, എൻ്റെ യേശു ശക്തനാണ്. ഒരു കാറ്റിനും ഒരു കടലിനും ഏൽപ്പിച്ചു കൊടുക്കാതെ എത്തേണ്ട സ്ഥാനത്ത് എന്നെ എത്തിക്കുവാൻ എൻ്റെ യേശു ശക്തിമാനാണ്. ഈ ആണ്ടിന്റെ ആരംഭം മുതൽ ഈ ആഴ്ച വരെയും എന്നെ നടത്തിയ ദൈവം മുൻപോട്ട് നടത്തുവാൻ ശക്തനാണ്. കടത്തിൽ നിന്ന് എന്നെ വീണ്ടെടുക്കുവാൻ എൻ്റെ യേശു ശക്തനാണ്. പരാജയത്തിൽ നിന്ന് എന്നെ വീണ്ടെടുക്കുവാൻ എൻ്റെ യേശു ശക്തിമാനാണ്. അതേ, തകർച്ചയിൽ നിന്നും നിന്ദയിൽ നിന്നും അപമാനത്തിൽ നിന്നും എന്നെ വീണ്ടെടുക്കുവാൻ എൻ്റെ യേശു ശക്തനാണ്. ദാരിദ്ര്യത്തിൽ നിന്ന് എന്നെ വീണ്ടെടുക്കുവാൻ എൻ്റെ യേശു ശക്തനാണ്. ഇല്ലായ്മയിൽ നിന്ന് എന്നെ വീണ്ടെടുക്കുവാൻ എൻ്റെ യേശു ശക്തനാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, അതെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നിങ്ങൾ കടന്നു പോകുന്ന ജീവിത യാത്രയിൽ നിങ്ങളെ ഭാരപ്പെടുത്തുന്ന, നിങ്ങളെ ഭയപ്പെടുത്തുന്ന, തകർത്ത് കളയുവാൻ തക്കവണ്ണം എഴുന്നേൽക്കുന്ന അതേ ആ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുക്കുവാൻ സർവ ശക്തനായ എൻ്റെ ദൈവം ശക്തിമാൻ. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ തകർന്നു പോകാതെ, തളർന്നു പോകാതെ നിങ്ങളെ നിലനിർത്തിയവൻ ഇനിയും നിലനിർത്തുവാൻ, നിങ്ങളെ വീണ്ടെടുക്കുവാൻ അവൻ ശക്തിമാൻ. അതേ സഭയെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ രോഗത്തിൽ നിന്ന് നിന്നെ വീണ്ടെടുക്കുവാൻ, നിന്നെ രക്ഷിക്കുവാൻ എൻ്റെ ദൈവം ശക്തിമാൻ. സന്തോഷത്തോടെ വിളിച്ചു പറയട്ടെ, ആ രോഗമുഖാന്തരം നിന്നെ ഭയപ്പെടുത്തുന്ന, നിന്നെ നിരാശപ്പെടുത്തുന്ന, നിന്റെ രാത്രികളെ നരക തുല്യമാക്കി തീർക്കുന്ന ആ രോഗമുഖാന്തരം നീ നശിച്ചു പോകുവാൻ എൻ്റെ യേശു അനുവദിക്കത്തില്ല. ആ രോഗത്തിൽ നിന്ന്, നീ അനുഭവിക്കുന്ന ആ രോഗത്തിൽ നിന്ന് നിന്നെ വീണ്ടെടുക്കുവാൻ എൻ്റെ യേശു ശക്തിമാൻ. അതെ, ആ ഇല്ലായ്മയിൽ നിന്ന്, പലതും ഇല്ലാത്തത് കൊണ്ട് നിരാശയും വേദനയും കണ്ണുനീരും അനുഭവിച്ച് എന്നെ കേൾക്കുന്ന പ്രിയരെ, തിരിച്ചറിയണമേ, ആ ഇല്ലായ്മയിൽ നിന്ന്, ആ ദാരിദ്ര്യത്തിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുക്കുവാൻ, നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ യേശു ശക്തിമാൻ. ഓ താങ്ക് യു ലോർഡ്. ആ ദാരിദ്ര്യത്തിൽ നിന്ന്, അതേ ഇല്ലായ്മയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ യേശു ശക്തിമാൻ. പരാജയപ്പെട്ടു പോകുന്ന സ്ഥാനത്തു നിന്ന് തിരികെ ജയ വഴികളിലേക്ക് നിങ്ങളെ കരം പിടിച്ചു നടത്തുവാൻ എൻ്റെ യേശു ശക്തിമാൻ. ഓ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അതേ, ഭക്തൻ വ്യക്തമായി ആത്മനിറവിൽ വിളിച്ചു പറയുകയാണ്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ, അതെ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ അവൻ ശക്തിമാൻ. അവൻ്റെ പേർ മറ്റൊന്നല്ല, സൈന്യങ്ങളുടെ യഹോവയായ ദൈവം എന്ന് തന്നെ. സന്തോഷത്തോടെ പറയട്ടെ, അവൻ്റെ നാമം മറ്റൊന്നല്ല, സൈന്യങ്ങളുടെ യഹോവയായ ദൈവം എന്ന് തന്നെ. തീർന്നില്ല അവിടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ചിന്തിച്ച് ദൈവകൃപയാൽ മെസ്സേജിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടാം ഭാഗത്തിൽ അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഭൂമിക്ക് സ്വസ്ഥത വരുത്തേണ്ടതിനും ബാബേൽ നിവാസികൾക്ക് സ്വസ്ഥത വരുത്തേണ്ടതിനും അവരുടെ വ്യവഹാരം അവൻ ശ്രദ്ധയോടെ നടത്തും. വ്യവഹാരം ശ്രദ്ധയോടെ നടത്തുന്ന ദൈവം. എന്തിന്? സ്വസ്ഥത വരുത്തേണ്ടതിന് വേണ്ടി. വ്യവഹാരം അതൊരു കോടതി ഭാഷയാണ്. മീൻസ് ദൈവം നിങ്ങൾക്ക് വേണ്ടി കേസ് പറയുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആമേൻ. എന്തിനാ? നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാകുവാൻ വേണ്ടി, തൻ്റെ ഭക്തന് സ്വസ്ഥത ഉണ്ടാകുവാൻ വേണ്ടി എൻ്റെ ദൈവം വാദിക്കും. ആമേൻ. ഹല്ലേലൂയ. അസ്വസ്ഥപ്പെടുന്ന മനസ്സുമായി, അസ്വസ്ഥതകൾ നിറഞ്ഞ അനുഭവത്തിൽ ആയിരിക്കുന്ന അതേ സഹോദര, ആ ജോലി സ്ഥലത്ത്, ആമേൻ, ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചാട്ടെ. ചിലർ നിനക്ക് വിരോധമായി നിൽക്കുന്നത് കൊണ്ട്, നിനക്ക് വിരോധമായി വാദിക്കുന്നത് കൊണ്ട്, ആ വാദം കേട്ടിട്ട് നിനക്ക് അനുകൂലമായി നിൽക്കേണ്ടവർ പ്രതികൂലമായി തീരുന്ന അവസ്ഥ. പലപ്പോഴും അവർ പ്രതികൂലമായി തീരുമ്പോൾ നമ്മൾ വാദിക്കുവാനായി മുൻപോട്ട് പോകും. ആമേൻ. നമ്മൾ റെഡിയായി നമ്മുടെ വാദമുഖങ്ങളുമായി എന്താ നമുക്ക് പറഞ്ഞ് ശരിയാക്കാം എന്ന ഉദ്ദേശത്തോടു കൂടെ നമ്മൾ മുൻപോട്ട് പോകും. ആമേൻ. അത് ജോലി സ്ഥലത്ത് മാത്രമല്ല, നിങ്ങളുടെ വീട്ടിനകത്താകാം. ഭർത്താവിന് നിങ്ങൾ പറയുന്നത് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ഭർത്താവ് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു, ഭാര്യ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു, മക്കൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു, സഹോദരങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു, ബന്ധുക്കൾ, ചാർച്ചക്കാർ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. ഇത് തിരിച്ചറിഞ്ഞ് സ്തോത്രം നമ്മൾ വാദിക്കുവാനായി തയ്യാറാകും. നമ്മൾ നമ്മുടെ നിരപരാധിത്വം വാദിക്കുവാനായി തയ്യാറാകും. എന്നാൽ പലപ്പോഴും
നമ്മുടെ നിരപരാധിത്വം തെളിയിക്കുവാൻ നമുക്ക് കഴിയാറില്ല. കാരണം നമുക്ക് വിരോധമായി നിൽക്കുന്നവർ നമ്മെക്കാൾ ശബ്ദമുള്ളവരാണ്. നമുക്ക് വിരോധമായി നിൽക്കുന്നവർക്ക് നമ്മെക്കാൾ അറിവുണ്ട്, നമ്മെക്കാൾ കാര്യപ്രാപ്തിയുണ്ട്, നമ്മെക്കാൾ കഴിവുണ്ട്. അവർ ആൾബലം ഉള്ളവരാണ്, അവർ പണബലം ഉള്ളവരാണ്. അതേ സഹോദരി, നിന്റെ കുടുംബത്തെ തകർക്കുവാൻ, അതെ നിന്നെ പുറത്താക്കുവാൻ തക്കവണ്ണം കൂട്ടം കൂടി നിൽക്കുന്നവർക്ക് നിന്നെക്കാൾ നാവിന് നീളമുണ്ട്, നിന്നെക്കാൾ അവർക്ക് സംസാരിക്കുവാൻ അറിയാം, നിന്നെക്കാൾ അവർക്ക് പറഞ്ഞ് സമർത്ഥിക്കുവാനുള്ള സാമർഥ്യമുണ്ട്. എന്നാൽ തിരിച്ചറിയണമേ, അവിടെ നീ പരാജയപ്പെട്ടു പോകുമ്പോൾ നിനക്ക് വേണ്ടി ഒരുവൻ കോട്ടിടുക. ഓ താങ്ക് യു ലോർഡ്. നിനക്ക് വേണ്ടി വാദിക്കുവാൻ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്വർഗത്തിലെ വലിയവനാകുന്ന ദൈവം നിനക്ക് വേണ്ടി വാദിക്കുവാൻ കോട്ടിടുക. ഓ താങ്ക് യു ലോർഡ്. ഓ സ്തോത്രം യേശുവിൻ നാമത്തിൽ. എന്റെ ദൈവം നിനക്ക് വേണ്ടി വായ് തുറന്ന് വാദിക്കുവാൻ തുടങ്ങുമ്പോൾ എതിർഭാഗത്തെ ചിലർ വായടയ്ക്കും. ആമേൻ. നീ വാദിച്ചാൽ വായടയ്ക്കാത്തവർ തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. നന്ദി കർത്താവേ. നീ വാദിച്ചാൽ വായടയ്ക്കാത്തവർ, സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി കോട്ടിടുമ്പോൾ വായടയ്ക്കും. ആമേൻ. വിധി മാറ്റി എഴുതപ്പെടുക. സ്തോത്രം. ഓ താങ്ക് യു ലോർഡ്. പലപ്പോഴും പലരും വാദിച്ചതുകൊണ്ട് നമ്മെക്കാൾ കഴിവുള്ളവർ, നമ്മെക്കാൾ നാവിന് നീളമുള്ളവർ, നമ്മെക്കാൾ സാമർഥ്യമുള്ളവർ പലരും വാദിച്ചതുകൊണ്ട് വിധി തെറ്റായി വന്നു, നിന്നെ കരയിപ്പിച്ചു, അർദ്ധരാത്രികളെ നരകതുല്യമാക്കി, നിന്റെ തൊഴിലിടത്തിൽ പ്രശ്നങ്ങൾ സമ്മാനിച്ചു, നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സമ്മാനിച്ചു, സഭയ്ക്കകത്ത് പ്രശ്നങ്ങൾ സമ്മാനിച്ചു, ദേശത്തിൽ പ്രശ്നങ്ങൾ സമ്മാനിച്ചു. കേൾക്ക്, അവിടെ നീ പരാജയപ്പെട്ട സ്ഥാനത്ത് നീ സ്വസ്ഥമായിരിക്കേണ്ടതിന് വേണ്ടി, നീ സ്വസ്ഥമായി ഉറങ്ങേണ്ടതിന് വേണ്ടി, നീ സ്വസ്ഥതയോടെ ദേശത്തിൽ കുടുംബത്തിൽ നിലനിൽക്കേണ്ടതിന് വേണ്ടി എൻ്റെ യേശു കോട്ടിടും. ആമേൻ. അവൻ വ്യവഹാരം നടത്തും. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അവൻ വ്യവഹാരം നടത്തും. അനീതി ഇനി വെളിപ്പെടത്തില്ല. താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനീതിയാണ്, അനീതിയാണ്, നിനക്കതറിയാം. അനീതിയാണ് നീ ചെയ്യാത്തതിന്റെ, ഓ സ്തോത്രം, ചെയ്യാത്തതിന്റെ ഫലമാണ് നീ അനുഭവിക്കുന്നത്. നീ പറയാത്തത് പറഞ്ഞു എന്ന് പറഞ്ഞാണ് നിനക്ക് വിരോധമായി ചിലർ കൂട്ടം കൂടുന്നത്. നീ ചെയ്യാത്തത് ചെയ്തു എന്ന് പറഞ്ഞാണ് നിന്നെ ശിക്ഷിക്കുവാനായി എഴുന്നു നിൽക്കുന്നത്. അതെ, നീ പറയാത്തതും നീ ചെയ്യാത്തത് നീ ഹൃദയത്തിൽ നിരൂപിക്കാത്തതും പറഞ്ഞ് സഹോദരി, പറഞ്ഞ് സഹോദരാ, നിന്റെ നേരെ പഴി ചാരി കുറ്റം വിധിച്ച് ചിലർ മാറി നിൽക്കുമ്പോൾ കേക്ക്, എന്റെ യേശു നിനക്ക് വേണ്ടി കോട്ടിടും. ഓ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അവർക്ക് സ്വസ്ഥത വരുത്തുവാൻ, ആമേൻ, നീ അസ്വസ്ഥനായിരിക്കുവാൻ എൻ്റെ യേശു ആഗ്രഹിക്കുന്നില്ല. എൻ്റെ യേശു ആഗ്രഹിക്കുന്നില്ല. കേൾക്കണമേ, നമ്മൾ മനുഷ്യരാണ്. എത്ര തന്നെ നമ്മൾ പരസ്പരം സ്നേഹിച്ചാലും, എത്ര തന്നെ അറിഞ്ഞാലും, മനുഷ്യൻ അവൻ ഒരു പരിധിയിൽ കൂടുതൽ അതേ മറ്റുള്ളവരുടെ സ്വസ്ഥതയെ ഇഷ്ടപ്പെടുന്നില്ല. ആമേൻ. അവരല്പം പ്രശ്നത്തിലായിരിക്കട്ടെ എന്ന് കരുതുന്നവരാണ് മനുഷ്യർ. എല്ലാവരും അങ്ങനെയാണ്. അവരല്പം പ്രശ്നത്തിലായിരിക്കട്ടെ, അവരല്പം പ്രശ്നത്തിലായിരിക്കട്ടെ. അങ്ങനെ ഇപ്പോൾ സുഖമായിട്ട് ഉറങ്ങണ്ട, അങ്ങനെ ഇപ്പോൾ സന്തോഷമായിരിക്കണ്ട, അങ്ങനെ ഇപ്പോൾ അങ്ങനെ പോകണ്ട എന്ന് കരുതുന്നവരാണ് മനുഷ്യർ. എന്നാൽ കർത്താവ് പറയും, ഇല്ല, ഞാൻ നിനക്ക് സ്വസ്ഥത വരുത്തും. ഓ താങ്ക് യു ലോർഡ്. ഞാൻ നിനക്ക് സ്വസ്ഥത വരുത്തും. നിനക്ക് സ്വസ്ഥത ഉണ്ടാകുവാൻ വേണ്ടി ദൈവം കോട്ടിട്ട് വാദിക്കുവാനായി തുടങ്ങും. ഓ താങ്ക് യു ലോർഡ്. എന്നെ ഒത്തിരി നേരം പ്രാർത്ഥനാ മുറിയിൽ സന്തോഷിപ്പിച്ച ആ ദൈവ സ്തോത്രം ആലോചനയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയരെ, നമ്മുടെ ദൈവം നമ്മുടെ സ്വസ്ഥതയ്ക്ക് വേണ്ടി എന്തും ചെയ്യും. ആമേൻ. കോടതി സ്തോത്രം. ഓ സ്തോത്രം. അവിടെ അല്ലെങ്കിൽ ന്യായാസനത്തിന് മുൻപിലാണോ, അവിടെ എവിടെയാണോ നമ്മൾ തലകുനിക്കേണ്ടി വരുന്നത്, സ്തോത്രം, എവിടെയാണോ, അതൊരു പക്ഷേ വീട്ടിനകത്താകാം, സ്കൂളിലാകാം, കോളേജിലാകാം, മറ്റുള്ളവരുടെ മധ്യത്തിലാകാം, എവിടെ നീ തലകുനിക്കേണ്ടി വരുമോ അവിടെ നിനക്ക് വേണ്ടി വായ് തുറക്കുന്ന ഒരു ദൈവം. ഓ താങ്ക് യു ലോർഡ്. നമ്മൾ പലരെയും പ്രതീക്ഷിക്കും, ഇവർ എനിക്ക് വേണ്ടി ഇപ്പോൾ സംസാരിക്കും. ആമേൻ, ആമേൻ. ഒരു കൂട്ടത്തിൽ വെച്ച് നമ്മൾ ആക്രമിക്കപ്പെടുമ്പോൾ, സ്തോത്രം, അതൊരു വലിയ സംഭവമൊന്നും ആയിരിക്കത്തില്ല. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച്, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ വെച്ച് നമ്മൾ അങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ പാകിസ്ഥാൻ തീവ്രവാദികൾ വന്ന് നമ്മൾ വളഞ്ഞിട്ട് പിടിച്ചുകൊണ്ട് പോയി മരത്തിൽ കെട്ടി തൂക്കി, അതൊന്നുമല്ല. വീട്ടിനകത്തായിരിക്കാം, അല്ലെങ്കിൽ പുറത്തായിരിക്കാം. സ്തോത്രം, ബാധിക്കപ്പെടുന്നവൻ അത് വലിയ വിഷയമായിരിക്കും. ഒരാൾ ഒരു ചെറിയ വാക്ക് പറയുമ്പോൾ അത് പരിഹാസ വാക്കായിരിക്കാം, അത് കളിയാക്കലായിരിക്കാം, അത് കുറ്റപ്പെടുത്തലായിരിക്കാം. ശ്രദ്ധിക്കണമേ, ഭാര്യയാണ് ആ കുറ്റപ്പെടൽ അനുഭവിക്കുന്നതെങ്കിൽ പെട്ടെന്ന് അവിടെ ഉള്ളിൽ ഒരു ചിന്ത വരും, എൻ്റെ ഭർത്താവ് ഇപ്പോൾ വാതുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ. ഭർത്താവ് ഇതൊന്നും കേൾക്കാതെ വേറൊരു ലോകത്തായിരിക്കും. സങ്കടം സഹിക്കുവാൻ കഴിയത്തില്ല. അവൻ ഭർത്താവ് അപമാനിക്കപ്പെടുമ്പോൾ ഭർത്താവ് ചിന്തിക്കും, എൻ്റെ ഭാര്യ ഇപ്പോൾ വാതുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ. ഭാര്യ ഇന്നലെ വെച്ച മീൻകറിയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവർക്കത് എത്തത്തില്ല. ആമേൻ. നമ്മുടെ കൂട്ടുകാർ, നാട്ടുകാർ, ബന്ധുക്കൾ, ചാർച്ചക്കാർ, ഇങ്ങനെ നമ്മൾ പലരെയും നോക്കും. ആരെങ്കിലും എനിക്ക് വേണ്ടി വാതുറന്ന് പറയുമോ? ആരെങ്കിലും എൻ്റെ നിസ്സഹായ അവസ്ഥ ഒന്ന് വിവരിക്കുമോ? അല്ലെങ്കിൽ ആരെങ്കിലും എനിക്ക് വേണ്ടി എൻ്റെ അവസ്ഥ വിവരിച്ചുകൊണ്ട് എനിക്ക് ഒപ്പം നിന്ന് വാദിക്കുമോ? ആരും വാദിക്കത്തില്ല. വാദിക്കുവാൻ അവർക്ക് താല്പര്യമില്ല. പക്ഷെ മടിയില്ലാത്തൊരുവനുണ്ട്, എൻ്റെ യേശു. ഓ സ്തോത്രം.
സ്തോത്രം. അവൻ നിനക്ക് വേണ്ടി വാദിക്കും. ആരും വാ തുറക്കുവാൻ ഇല്ലാത്തത് കൊണ്ട്, നിനക്ക് വേണ്ടി പറയുവാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ഭാരപ്പെടണ്ട. എന്നെ കേൾക്കുന്ന സഭയെ, യേശു നിങ്ങൾക്ക് വേണ്ടി പറയും. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ചിന്തിക്കും, വേണ്ട ദൈവദാസനെ, എൻ്റെ ഭർത്താവ് പറഞ്ഞാൽ മതി, എൻ്റെ ഭാര്യ പറഞ്ഞാൽ മതി, എൻ്റെ സഹോദരങ്ങൾ പറഞ്ഞാൽ മതി, എൻ്റെ കൂട്ടുകാരും നാട്ടുകാരും പറഞ്ഞാൽ മതി. പ്രിയരെ, ദൈവം പറയുമ്പോൾ അതിന് മറ്റൊരു തലമുണ്ട്. ആമേൻ, സ്തോത്രം. ചില ചെവിക്കകത്തൊക്കെ ഈയം ഉരുക്കി ഒഴിച്ച് വച്ചിരിക്കുന്നത് പോലെ അടഞ്ഞിരിക്കുക. നമ്മൾ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല, എത്ര വാദിച്ചാലും കേൾക്കത്തില്ല. ആമേൻ. നമ്മൾ 5 എന്ന് പറഞ്ഞാൽ അവർ കൈ എന്ന് പറയും. മേൻ, സ്തോത്രം. നമ്മൾ കൈയ്യെടുത്ത് 5 എന്ന് പറയുമ്പോൾ അവർ കൊള്ളാം, കൈ എന്ന് പറഞ്ഞ് ടാറ്റയും തന്നിട്ട് പോകും. അവർക്ക് മനസ്സിലാവത്തില്ല. പക്ഷേ ദൈവം പറയും ആദ്യം, തുറന്ന് വരിക, നിനക്ക് വിരോധമായി അടഞ്ഞിരിക്കുന്ന ചെവികളെ തുറന്ന് ആ ചെവിക്കകത്ത് സംസാരിക്കുവാൻ. യേശുവിൻ നാമത്തിൽ അടച്ചു വച്ച ചില ചെവികളെ ദൈവം ആദ്യം തുറക്കും. ആമേൻ. സ്തോത്രം. യെസ്, യേശുവിൻ നാമത്തിൽ നിന്നെ കേൾക്കുവാൻ, നിന്നെ മനസ്സിലാക്കുവാൻ, നിന്നെ അറിയുവാൻ കഴിയാത്ത വിധത്തിൽ അടച്ചു വച്ചിരിക്കുന്ന ചില ചെവികളെ യേശു ആദ്യം തുറന്നിട്ട് നിനക്ക് വേണ്ടി അവൻ സംസാരിക്കും. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. നമ്മൾ സംസാരിക്കാൻ നിന്നാലും ഈ ടെൻഷൻ വരുമ്പോൾ അറിയാലോ, നമ്മളൊരു സങ്കടത്തിലാണെങ്കിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഫലിപ്പിക്കാനും പറഞ്ഞെത്തിക്കാനും പറ്റത്തില്ല. ആമേൻ. ഇപ്പോൾ അതൊരു ക്രെഡിറ്റോ ഒരു ബലഹീനതയായിട്ട് കണക്കാക്കണ്ടേ. എനിക്കാണെങ്കിൽ ഒട്ടും പറ്റത്തില്ല. ആമേൻ. എന്നെക്കുറിച്ച് ആരെന്ന് പറഞ്ഞാലും അതിനെ ന്യായീകരിച്ച് അത് ശരിയല്ല, ഇങ്ങനെയാണ് ഞാനെന്ന് സമർത്ഥിക്കുവാൻ എനിക്കിതുവരെ പറ്റിയിട്ടില്ല. ആരുടെ മുമ്പിൽ, എൻ്റെ വീട്ടിനകത്ത് തൊട്ട്, എൻ്റെ വീട്ടിനകത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് ബന്ധുക്കളുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, നമ്മുടെ കുടുംബത്തിനകത്തുള്ള ബന്ധുക്കളുണ്ട്. അവരൊക്കെ ചോദിക്കും, എടാ നിനക്ക് വേറെ വേലയില്ല, നീ ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഇതൊക്കെ ഇപ്പം ഞങ്ങളൊക്കെ ശരിയാക്കി തരത്തില്ലായിരുന്നു. ശരിയാണ്, അവർക്ക് ശരിയാക്കാൻ പറ്റും. പക്ഷേ ഞാൻ പലരോടും ചോദിച്ചൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരുടെ കുറ്റം പറയുന്നത് അതെങ്ങനെ ശരിയാവും? ഒന്നും ശരിയായില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്കൊന്നും പറയാനില്ല. ആമേൻ. നമുക്ക് സാമർഥ്യം കുറവാണ്. ആമേൻ. സാമർഥ്യം ഇല്ല, പറഞ്ഞ് ഫലിപ്പിക്കുവാനും പറഞ്ഞ് ശരിയാക്കുവാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് പറ്റത്തില്ലായിരിക്കാം, പറ്റുന്ന ഒരുവൻ നമുക്ക് വേണ്ടി സംസാരിക്കും. താങ്ക് യു ലോർഡ്. ചില ചെവികളെ തുറന്ന്, ചില ഹൃദയങ്ങളെ തുറന്ന് യേശു നമുക്ക് വേണ്ടി സംസാരിക്കും. ഹല്ലേലൂയ. അപ്പോൾ യേശു വാദിക്കും. എന്തിനാ? സ്വസ്ഥത ഉണ്ടാകുന്നതിന് വേണ്ടി. അപ്പോൾ ശ്രദ്ധിക്കണം, ഇത് എത്രത്തോളം ഒരു ഭക്തൻ എന്ന നിലയിൽ ഇതൊരു ആലോചനയാണ്. ഒരു പക്ഷേ 2024 നിങ്ങളുടെ ജീവിത അനുഭവങ്ങളെ മാറ്റുന്ന ആലോചന തന്നെ. കാരണം ചില സ്ഥാനങ്ങളിൽ നിങ്ങൾ അഭിമാനത്തോടെ നിൽക്കും, അതിനൊരു സംശയവുമില്ല. ആമേൻ. കാരണം നിങ്ങൾക്ക് വേണ്ടി ഇനി വാദിക്കുവാൻ പോകുന്നത് കർത്താവാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് തലകുനിഞ്ഞ് നിങ്ങൾ പിന്മാറി വരത്തില്ല. ആമേൻ. നിങ്ങൾക്ക് മുമ്പിൽ യേശു നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ ഒരു സ്ഥാനമുണ്ടാകും. നിങ്ങളുടെ വാക്കുകൾക്കൊരു സ്ഥാനമുണ്ടാകും. യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ വാക്കുകൾക്കൊരു വിലയുണ്ടാകും, നിങ്ങൾക്കൊരു സാധ്യതയുണ്ടാകും. ആ രാജ്യത്ത് സഹോദര സഹോദരി, നിനക്കൊരു സാധ്യത ഉണ്ടാകും. ആമേൻ. സാധ്യതയില്ല. അപ്പോൾ നോക്കൂ, ഒരു ഭക്തൻ എന്ന നിലയിൽ ഇത് എത്രത്തോളം നമുക്ക് വിശ്വസിക്കുവാനും ഏറ്റെടുക്കുവാനുമായിട്ട് കഴിയും. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പോൾ ഒരാളോട് ഞാൻ പറയുകയാണ്, എൻ്റെ ഒരു പ്രിയപ്പെട്ട ആളിനോട്, ധൈര്യമായിട്ടിരിക്കുക, ഞാൻ കൂടെ ഉണ്ട്, എന്ത് വന്നാലും ആമേൻ, ഞാൻ കൂടെ കാണും. സ്തോത്രം. ആരെ കൊല്ലാനും ഞാൻ കൂടെ കാണും. ഈ വാക്കൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവരോട്, ബന്ധുക്കളോട്, സുഹൃത്തുക്കളോടും ഒക്കെ കൂടെ കാണും, ധൈര്യമായിട്ട് നിൽക്കുക. പക്ഷേ ഇതൊരു വെറും വാക്കിനപ്പുറം എന്തെങ്കിലും വിലയുള്ള വാക്കായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ആൾ ഒരു പ്രശ്നത്തിന് മുമ്പിൽ നിന്ന് നിങ്ങളോട് പറയും, ധൈര്യമായിട്ടിരിക്കും, ഞാൻ കൂടെ ഉണ്ട്, ആരെ കൊല്ലേണ്ടി വന്നാലും കൂടെ കാണും എന്ന് പറഞ്ഞ എത്രയോ വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ വെറും വാക്കാ. പറയുന്ന സമയത്ത് ഒരു ഹോർമോൺ ചേഞ്ചിൻ്റെ പുറത്തങ്ങ് പറയുന്നത്, അതിനപ്പുറം ഒന്നുമില്ല. എന്നാൽ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരാൾ പറയുക, ഒരു തകർന്ന അവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോൾ ചേർത്ത് പിടിച്ചിട്ട് പറയുക, പേടിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കും, ഞാൻ നിനക്ക് വേണ്ടി ചാകാനും തയ്യാറായി കൂടെയുണ്ട്. ആമേൻ. കൊല്ലാൻ പറയാൻ എളുപ്പമാണ്, ചാകാമെന്ന് പറയുന്നത് അത് വേറൊരു ലെവലാ. ആമേൻ. സ്തോത്ര. ആ ലെവലിൽ കയറിയ ഒരുവനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആമേൻ. നിനക്ക് വേണ്ടി മരിക്കുവാൻ മടിയില്ലാത്തവൻ, നിനക്ക് വേണ്ടി മരിച്ചവൻ, ആ യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. അവന് നിനക്ക് വേണ്ടി മരിക്കുവാൻ മടിയില്ല. അതെ, നീ ജീവിക്കുവാൻ വേണ്ടി, നീ പാപത്തിൽ തകർന്നു പോകാതിരിക്കുവാൻ വേണ്ടി, അതെ, മരിക്കുവാൻ മടിയില്ലാത്ത യേശുവിന് നിനക്ക് വേണ്ടി എന്തു ചെയ്യുവാനും, നീ സന്തോഷത്തോടെ ജീവിക്കുവാൻ എന്തു ചെയ്യുവാനും എൻ്റെ യേശുവിന് ഒരു മടിയുമില്ല.
ഹല്ലേലൂയ. അവൻ രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ രക്ഷിക്കും. കാരണം ആദ്യം അവൻ ചത്ത് കാണിച്ചു തന്നു. ആമേൻ, സ്തോത്രം. പലരും പറയാറില്ലേ, ചങ്ക വളർത്തി കാണിച്ചാലും ചെമ്പരത്തി പോകുമെന്ന് പറയുന്നു. അല്ലെന്നേ, യേശു ആദ്യം ചത്ത് കാണിച്ചു തന്നതാ. ആമേൻ. എന്നിട്ടാ പറഞ്ഞേ, ഞാൻ കൂടെയുണ്ട്. ആമേൻ. ചാകാൻ മടിയില്ലാത്തവൻ. ഓ സ്തോത്രം. മരണത്തിലൂടെ ആണോ നമ്മുടെ വീണ്ടെടുപ്പ്? അതെ, യേശു അതിന് തയ്യാറാ. സന്തോഷത്തോടെ പറയട്ടെ, ഒരു അത്ഭുതമാണോ നിങ്ങളുടെ വീണ്ടെടുപ്പിന് കാരണമായി തീരുന്നത്? ആ അത്ഭുതം നിങ്ങൾ കാണും. അവൻ അത്ഭുത മന്ത്രി. നിങ്ങൾക്ക് വേണ്ടി അവൻ അത്ഭുതം പ്രവർത്തിക്കും. അതെ, ഒരു അത്ഭുതത്തിൽ കുറഞ്ഞതൊന്നുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ജീവിതം മാറത്തില്ല, ജീവിതത്തിനൊരു മാറ്റം വരത്തില്ല എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്നുവോ? എൻ്റെ യേശു റെഡിയാ നിനക്ക് വേണ്ടി അത്ഭുതം. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ എൻ്റെ ദൈവത്തിന് ഒരു മടിയും ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. ആ അത്ഭുതം സൗഖ്യമായി, ആ അത്ഭുതം ദൈവിക സമാധാനമായി, ആ അത്ഭുതം പണിയപ്പെടലായി നിങ്ങൾ അനുഭവിക്കുവാൻ പോവുക. ഓ താങ്ക് യു ലോർഡ്. ഒരു സൂപ്പർ നാച്ചുറൽ അത്ഭുതമാണോ, അല്ലെങ്കിൽ അവൻ്റെ സാന്നിധ്യമാണോ, സാമീപ്യമാണോ നിങ്ങൾക്ക് ആവശ്യം? എന്തും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ തയ്യാറുള്ളൊരു ദൈവത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതും. നോക്കണമേ, നമ്മുടെ ചിന്തകൾക്കൊക്കെ അപ്പുറമാണ് പലപ്പോഴും ദൈവപ്രവൃത്തിയും ദൈവവും. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, മനുഷ്യരായ നമ്മുടെ ചിന്തകൾക്കൊക്കെ അപ്പുറമാണ് പലപ്പോഴും ദൈവവും ദൈവപ്രവൃത്തിയും. നോക്കൂ, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ യേശു മരിച്ച് സാത്താനെ കാൽവരിയിൽ തകർത്തു. എന്താണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, അതെ, എന്നെയും നിങ്ങളെയും പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു മരിച്ചു. അതെ, സാത്താന്റെ തലയെ കാൽവരിയിൽ തകർത്തു. നമ്മെ രക്ഷിക്കുവാനായി യേശു മരിച്ചു. തീർന്നില്ല. യോഹന്നാൻ സുവിശേഷം 20 അധ്യായം 26-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ സംഭവം കഴിഞ്ഞ് 8 ദിവസം കഴിഞ്ഞു. വെറും 8 ദിവസങ്ങൾക്കപ്പുറം ശിഷ്യന്മാർ ഭയന്ന് ഒരു മുറിക്കകത്തിരിക്കുകയാണ്. ശ്രദ്ധിക്കുമല്ലോ, കർത്താവായ യേശു ക്രിസ്തു ആമേൻ കാൽവരി ക്രൂശിൽ മരിച്ചു, സാത്താന്റെ തല തകർത്തു. കേവലം 8 ദിവസങ്ങൾക്കിപ്പുറം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ, അന്ന് ലോകം ഈ സംഭവം അറിഞ്ഞിട്ടുണ്ടോ എനിക്കറിയത്തില്ല, പക്ഷേ ശിഷ്യന്മാർ ഇതറിഞ്ഞു. ആ ശിഷ്യന്മാർ ഒരു മുറിക്കകത്ത് മുറിപൂട്ടിയിരിക്കുകയാണ്. അവർ ഭയന്നിട്ടുണ്ട്, അവർ വല്ലാതെ പേടിച്ചിട്ടുണ്ട്, അവർ വല്ലാത്തൊരവസ്ഥയാണ്. ആർക്കും പറഞ്ഞാൽ മനസ്സിലാക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ എന്നെയും നിങ്ങളെയും പോലെ അവരായിരിക്കുന്നു. നോക്കൂ, ആ ശിഷ്യന്മാർ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? ആമേൻ. മാനുഷികമായി ചിന്തിച്ചാൽ ആ ശിഷ്യന്മാർ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം അവരുടെ ഗുരു അവരെ ഭയപ്പെടുത്തുവാനിടയുള്ള സാത്താന്റെ തലയെ തകർത്തു. ഹല്ലേലൂയ. അവരുടെ ഗുരു, അവരെ വിളിച്ചവൻ, വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, മരണത്തിനായി നിൽക്കുമ്പോഴും സാത്താന്റെ തലയെ കാൽവരിയിൽ അവൻ തകർത്തു. അപ്പോൾ ഈ ജനം പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. പക്ഷേ ഈ ജനം പേടിച്ചു. കാരണം ആ പിശാചിൻ്റെ സ്വാധീന വലയത്തിലുള്ള ഒരു ലോകത്തിലാണ് അവരായിരിക്കുന്നത്. ആമേൻ. സാത്താൻ തകർക്കപ്പെട്ടു, പക്ഷേ സാത്താൻ്റെ പിടിയിലായിരുന്ന, സാത്താൻ്റെ സ്വാധീന വലയത്തിലായിരുന്ന നമ്മൾ, സിമ്പിൾ കാര്യം പറഞ്ഞുതരാം. എന്താ പറയുക, ഈ മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും കല്ലിനും ഉണ്ടാകും സൗരഭ്യം എന്ന് പറയുമ്പോൾ, മുല്ലപ്പൂ വീണാൽ മതി, അതിൻ്റെ പൊടിയൊക്കെ വീണ് കഴിഞ്ഞാൽ കല്ലും മണക്കും. അതുപോലെയാ സാത്താൻ ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ കുറേ കാലം ഉണ്ടായിരുന്നാൽ അത് കഴിഞ്ഞ് ഇവർ തന്നെ സാത്താൻ്റെ റോള് ചെയ്തുകൊണ്ടിരിക്കും. ആമേൻ. ആ സാമീപ്യം അവരെ സാത്താന്മാരാക്കി മാറ്റും. അവിധത്തിൽ പിശാചുക്കളായി മാറിയവരുടെ മധ്യത്തിലാണ് അവർ ആയിരിക്കുന്നത്. അവരെ നോക്കിയിട്ട് സ്തോത്രം, യേശു തിയോളജി അല്ല പറയുന്നേ. അല്ലെങ്കിൽ ഒരു പ്രവാചകനെ പഴയ നിയമത്തിൽ നിന്നുപോലെ അയച്ചിട്ട്, എടാ വിഡ്ഢികളെ, നിങ്ങൾ ഇങ്ങനെ പേടിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? ഞാൻ സാത്താനെ തകർത്തു, നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ തിയോളജി പറയുന്ന യേശുവിനല്ല കാണുവാൻ കഴിയുന്നത്. നോക്കൂ, മുറി അടച്ചിരിക്കെ അവരുടെ മധ്യത്തിൽ വന്ന് പിന്നെയും അവർക്ക് സമാധാനം നൽകിയ കർത്താവിനെ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ലോകം ഒരുപക്ഷെ ചില കണക്ക് കൂട്ടലുകൾ നടത്തിയിട്ട് പറയും, നീ ഇങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമുണ്ടോ? നീ ഇങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമുണ്ടോ? നിനക്കതുണ്ടല്ലോ, നിനക്കിതുണ്ടല്ലോ, നീ അവിടെ അങ്ങനെയാണല്ലോ, ഇങ്ങനെയാണല്ലോ, ഇങ്ങനെ പറഞ്ഞ് പല കാര്യങ്ങളും പറഞ്ഞിട്ട് നമ്മെ മാറ്റി നിർത്തും. എന്നാൽ എൻ്റെ യേശു അങ്ങനെ മാറ്റി നിർത്തത്തുമില്ല, മാറി നിൽക്കത്തുമില്ല. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് അവൻ കടന്നു വരും. നിങ്ങൾ തളർന്ന് ഭയന്ന് പേടിച്ചായിരിക്കുന്ന സ്ഥാനത്ത് കടന്നു വന്ന് നിങ്ങൾക്ക് സമാധാനം നൽകുന്ന ദൈവം. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ആ യേശുവിന് നിന്റെ അവസ്ഥ നല്ലതുപോലെ അറിയാം. എന്നെ കേൾക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന സഹോദരി, നീ ആയിരിക്കുന്ന സ്ഥാനത്ത്, നീ അനുഭവിക്കുന്ന അവസ്ഥ
നിന്റെ കഷ്ടത, നിന്റെ നിരാശ, നിന്റെ വേദന ലോകത്തിന് മനസ്സിലാകത്തില്ല. ജോലി സ്ഥലത്ത് നീ അനുഭവിക്കുന്ന കഷ്ടത നിന്റെ ഭാര്യയ്ക്ക് മനസ്സിലാകത്തില്ല, നിന്റെ മക്കൾക്ക് മനസ്സിലാകത്തില്ല, മാസാമാസം കിട്ടുന്നതിന് വേണ്ടി കൈ നീട്ടുന്നവർക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ എൻ്റെ യേശുവിനെ അറിയാം. ഓ താങ്ക് യു ലോർഡ്, എൻ്റെ യേശുവിനെ അറിയാം. സഹോദരി, ആ വീട്ടിനകത്ത് നീ അനുഭവിക്കുന്ന കഷ്ടത, നീ അനുഭവിക്കുന്ന സ്ട്രെസ്, നീ അനുഭവിക്കുന്ന നിരാശ, നീ അനുഭവിക്കുന്ന വേദന ലോകത്തിന് മനസ്സിലാകത്തില്ല, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിയത്തില്ല. മുറിയടച്ച് തളർന്നായിരിക്കുന്ന നിന്റെ അവസ്ഥ എൻ്റെ യേശുവിന് നല്ലതുപോലെ അറിയാം. ഓ താങ്ക് യു ലോർഡ്, ആ യേശു വരിക, ആ മുറിക്കകത്തു നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ. തളർന്ന് മടുത്തായിരിക്കുന്ന നിന്നെ, ഓ സമാധാനം നഷ്ടപ്പെട്ട്, സന്തോഷം നഷ്ടപ്പെട്ട്, ഉറക്കം നഷ്ടപ്പെട്ടായിരിക്കുന്ന നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ നീ അടച്ചുറപ്പിച്ച മുറിക്കകത്ത് എൻ്റെ യേശു കടന്നു വരിക. ഹല്ലേലൂയ. ശിഷ്യന്മാർ കതവ് പൂട്ടി. ശ്രദ്ധിക്കണമേ, ശിഷ്യന്മാർ കതവ് പൂട്ടുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ചിന്ത എന്താ? പട്ടാളക്കാരും വരണ്ട, ശത്രുക്കളും വരണ്ട, ബാക്കി ശിഷ്യന്മാരും വരണ്ട, വേറെ കുറെ എണ്ണം പുറത്തുണ്ട്. ഇനി ഞങ്ങൾക്ക് ആരും വേണ്ട. ആമേൻ. ഇനി ഞങ്ങൾക്ക് ആരും വേണ്ട. ഇനി ഞങ്ങൾക്ക് ദൈവവും വേണ്ട. ഇനി ഞങ്ങൾക്ക് മനുഷ്യരും വേണ്ട. ഇനി ഞങ്ങൾക്ക് ആരും വേണ്ട. ഞങ്ങൾ ഇതിനകത്തിരുന്നു കൊള്ളാം. മുറിക്കകത്തിരിക്കുന്ന സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ കേൾക്ക്. നിങ്ങൾ അടച്ചിട്ടാലും നിങ്ങളുടെ അവസ്ഥ അറിയുന്ന യേശു ആ വാതിൽ അടച്ചിരിക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതെ, നീ ആയിരിക്കുന്ന ആ സ്ഥാനത്ത് എൻ്റെ യേശു കടന്നു വരിക. അതേ സഹോദരി, ആ സ്ഥാനത്ത് എൻ്റെ യേശു കടന്നു വരിക. മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കളായിരിക്കുന്ന സ്ഥാനത്ത്, ആരും കടന്നു പോകാത്ത സ്ഥാനത്ത് എൻ്റെ യേശു കടന്നു ചെല്ലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിയേ, ബൈബിൾ വായിക്കുമ്പോൾ എന്നെ ഏറെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ സന്തോഷിപ്പിച്ച ജീവിത അനുഭവം വായിക്കുമ്പോൾ സന്തോഷിപ്പിച്ച ഒരു സന്ദർഭമാണ് നമുക്കേറെ സുപരിചിതമായ ഒരു സന്ദർഭം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം. ആ ദേശം മുഴുവൻ, ഗദര ദേശം മുഴുവൻ, ദക്കപ്പൊലി ദേശം മുഴുവൻ ഗദര ദേശത്തിലായിരിക്കുന്ന ഒരു മനുഷ്യൻ മുഖാന്തരം പരാജയം സമ്മതിച്ചവരാണ്. ആമേൻ. അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു കാണും? ദക്കപ്പൊലി ദേശത്തിൽ, ആ ഗദര ദേശത്തിലെ ഭൂതഗ്രസ്തനെന്ന് പേര് കേട്ടവൻ്റെ അപ്പനുണ്ട്, അമ്മയുണ്ട്, സഹോദരന്മാർ, സഹോദരിമാർ, വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം, മക്കൾ കാണും. അതെ, ഇതെല്ലാം ആ മനുഷ്യരുണ്ട്. അവർക്ക് അവിടെ ഈ പറഞ്ഞ ആൾക്കാർ മാത്രമല്ല, അവർക്കവിടെ പുരോഹിതന്മാരുണ്ട്, ലേവ്യരുണ്ട്, അവർക്കവിടെ ന്യായപ്രമാണം അനുസരിച്ച് അവരെ നടത്തുവാൻ വേണ്ടി വിധിക്കപ്പെട്ടവരുണ്ട്. തീർന്നില്ല, ന്യായാധിപന്മാരുണ്ട്. അവരെ നീതിയിലും ന്യായത്തിലും വഴി നടത്തേണ്ട, ലോകത്തിൻ്റെ നിയമപ്രകാരം നടത്തപ്പെടേണ്ടവരുണ്ട്. ആമേൻ. മതം മാത്രമല്ല, അവിടെ രാഷ്ട്രവുമുണ്ട്. മതം പരാജയപ്പെട്ട്, രാഷ്ട്രം പരാജയപ്പെട്ട് ഗദരദേശത്തിൽ വിട്ടുകളഞ്ഞ ഒരു മകൻ. ആമേൻ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞേ, വിലങ്ങുകളെ അവൻ ഉരുമി പൊട്ടിച്ചു. കാരണം അവൻ നിയമത്തിന് കീഴ്പ്പെടത്തില്ല. ആമേൻ. അവൻ നിയമത്തെ നോക്കി, രാഷ്ട്രത്തെ നോക്കി വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ നിയമത്തിന് ഞാൻ വിധേയപ്പെടത്തില്ല. എനിക്ക് നിയമം ബാധകമല്ല. എനിക്ക് ഒരു നിയമത്തിലും വിശ്വാസമില്ല. എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുവാനാണ് ഇഷ്ടം. എനിക്ക് തുണി വേണ്ടെന്ന് തോന്നുമ്പോൾ എനിക്ക് പറിച്ചുരിഞ്ഞു കളയണം. എനിക്ക് കിടന്നുരുളണമെന്ന് തോന്നുമ്പോൾ എനിക്ക് കിടന്നുരുളണം. എനിക്ക് എന്നെ തന്നെ ചതയ്ക്കണമെന്ന് തോന്നുമ്പോൾ എനിക്ക് എന്നെ തന്നെ ചതയ്ക്കണം. ആമേൻ. രാഷ്ട്രം ഇത് അനുവദിക്കത്തില്ല. ആമേൻ. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ബൈക്കിൽ വന്നവർ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് വന്നത്. ഞാൻ പറയും, സ്തോത്രം, എനിക്ക് പറ്റത്തില്ല ഹെൽമെറ്റ്, എനിക്ക് ചൂടെടുക്കും. സ്തോത്രം. ആദ്യം ഹെൽമെറ്റ് വെച്ച സമയത്ത് ഞാൻ ചിന്തിച്ചത് സർക്കസിലെ കരടി, സ്തോത്രം, ബൈക്ക് ഓടിക്കുന്നത് പോലെയാണ്. ഒന്നും കണ്ടുകൂടാ, ഒരു ഹോള് മാത്രം ആദ്യ സമയത്ത്. ആമേൻ. എനിക്ക് ഇഷ്ടമില്ല. പക്ഷേ രാഷ്ട്രം പറയും, അങ്ങനെയൊന്നും നീ പറഞ്ഞാൽ പറ്റത്തില്ല, നീ ഹെൽമെറ്റ് വച്ചാലേ പറ്റത്തുള്ളൂ. കാരണം രാഷ്ട്രത്തിന് എൻ്റെ മേലൊരു അധികാരമുണ്ട്. രാഷ്ട്രത്തിൻ്റെ അധികാരത്തോട് ആചർക്കം പറഞ്ഞു, എനിക്ക് നിങ്ങളുമായിട്ടൊരു കമ്പനിയില്ല. ആമേൻ. നിന്റെ രാഷ്ട്രവും നിയമവും ഒക്കെ നീ അപ്പുറത്ത് കൊണ്ടുവച്ചോ. നിയമങ്ങളെ കാറ്റിൽ പറത്തിയിട്ടാണ് ആ ചെക്കൻ ഗദര ദേശത്തിൽ നിന്നത്. അവൻ അവൻ്റെ ഭാര്യയുടെ സ്നേഹത്തിൻ്റെ വിലങ്ങ് വലിച്ചു പൊട്ടിച്ചു കളഞ്ഞു. ഭാര്യയോട് പറഞ്ഞു, നീ നിന്റെ ജോലി നോക്കിപ്പോ, നിനക്കൊപ്പം ജീവിക്കുവാൻ എനിക്ക് സൗകര്യമില്ല. പല സഹോദരിമാരും കരയുന്നുണ്ട്. നിന്റെ ഇഷ്ടത്തിനൊപ്പം ജീവിക്കുവാൻ എനിക്ക് സൗകര്യമില്ല. നിന്നെ നോക്കി നീ പറയുന്നത് പോലെ ജീവിക്കുവാൻ എനിക്ക് സൗകര്യമില്ല. മക്കൾ പിന്നാലെ നടന്ന് വിളിച്ചു കാണണം, അപ്പാ ഞങ്ങളെ വിട്ടിട്ട് പോകരുത്, ഞങ്ങളുടെ കൂട്ടത്ത് വീട്ടിൽ വാ അപ്പാ, ഞങ്ങൾക്ക് വീട്ടിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, പപ്പയില്ലാതെ ഞങ്ങൾക്ക് ഇരിക്കുവാൻ കഴിയത്തില്ല. പപ്പ ഞങ്ങൾക്കൊപ്പം ഇല്ല എങ്കിൽ, പപ്പയുടെ സ്നേഹം ഞങ്ങൾക്കൊപ്പം ഇല്ല എങ്കിൽ, കിടക്കയിൽ പപ്പ ഇല്ല എങ്കിൽ, രാത്രിയിൽ പപ്പ ഇല്ല എങ്കിൽ, അപ്പാ ഞങ്ങൾക്ക് പേടി വരും, ഞങ്ങൾക്കൊപ്പം വാ. ആ മനുഷ്യൻ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ അറിയത്തേയില്ല. ഓ സ്തോത്രം, എനിക്ക് നിങ്ങളുമായൊരു ബന്ധവുമില്ല, എനിക്ക് നിങ്ങളെ വേണ്ട. മാതാപിതാക്കൾ ചങ്കുപൊട്ടി വിളിച്ചു കാണാം, മോനെ നീ വാ, നീ ഇവിടെ കിടക്കണ്ട, നീ വീട്ടിൽ വന്ന് കിടക്ക്, നീ ഇങ്ങനെയാണെങ്കിലും
കുഴപ്പമില്ല, നീ എങ്ങനെയായാലും ഞങ്ങൾക്ക് നിന്റെ മുഖം കണ്ടാൽ മതി, ഞങ്ങൾക്കൊന്ന് നിന്റെ മുഖം കണ്ടാൽ മതി, നീ ഞങ്ങളോടൊപ്പം ഉണ്ടെന്നൊന്ന് പറഞ്ഞാൽ മതി. തകർന്നിരിക്കുക, തളർന്നിരിക്കുക. ഓ സ്തോത്രം, ആമേൻ. അവരെ നോക്കിയിട്ടും ആ മകൻ പറഞ്ഞു, ഇല്ല, പറ്റത്തില്ല, നിങ്ങൾ പോയിക്കോ, നിങ്ങളുടെ സ്നേഹത്തിന്റെ നിയമമൊന്നും പാലിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനല്ല, കാരണം എനിക്ക് ഭ്രാന്താണ്. ഓ താങ്ക് യു ലോർഡ്, ആമേൻ. കാരണം എനിക്ക് ഭ്രാന്താണ്, കാരണം ഞാൻ ഭ്രാന്തനാണ്, ഞാൻ ഭ്രാന്തനാക്കപ്പെട്ടിരിക്കുന്നു. നോക്കൂ, രണ്ട് കൂട്ടരും പരാജയപ്പെട്ടു, മതവും സ്നേഹവും പരാജയപ്പെട്ടു, രാഷ്ട്രം പരാജയപ്പെട്ടു. സ്തോത്രം. അവിടേക്കും മടികൂടാതെ ചെന്നു യേശു. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, എൻ്റെ യേശുവിന് ഒരിടത്ത് പോകുവാനും ഒരു മടിയുമില്ല. നിനക്ക് വേണ്ടി എവിടെ പോകുവാനും എൻ്റെ യേശു റെഡിയാ. നിന്റെ തകർച്ചയിൽ ആണ്ടുപോയ വിലയേറിയത് പലതുമായിരിക്കുന്ന ആ സ്ഥാനത്ത് നിനക്ക് വേണ്ടി കടന്നു പോകുവാൻ, നിന്റെ നന്മകൾ തകർന്നു പോയ സ്ഥാനത്ത് നിനക്ക് വേണ്ടി കടന്നു പോകുവാൻ, നീ പരാജയപ്പെട്ട സ്ഥാനത്ത് നിനക്ക് വേണ്ടി കടന്നു പോകുവാൻ, നിന്റെ തലമുറകൾ പെട്ടുകിടക്കുന്ന സ്ഥാനത്ത് നിനക്ക് വേണ്ടി കടന്നു പോകുവാൻ, നിന്റെ ഭർത്താവ് ബാധിക്കപ്പെട്ടായിരിക്കുന്ന, ബന്ധിക്കപ്പെട്ടായിരിക്കുന്ന, ലോകമോഹങ്ങളിൽ പിടിക്കപ്പെട്ടായിരിക്കുന്ന സ്ഥാനത്ത് നിനക്ക് വേണ്ടി കടന്നു പോകുവാൻ എൻ്റെ യേശുവിന് ഒരു മടിയുമില്ല. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരൊക്കെ പരാജയം സമ്മതിച്ചാലും പരാജയം സമ്മതിക്കാത്ത ഒരുവൻ നസ്രയനായ യേശു ഈ പകലിൽ നിനക്കൊപ്പമുണ്ട്. ആ യേശു നിനക്ക് വേണ്ടി കടന്നു പോകും. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. എപ്പോഴായിരിക്കും അവർ പരിപാടി നിർത്തിയത്? ആമേൻ. ഒരിടത്ത് നടന്നില്ലെങ്കിൽ അടുത്തടുത്ത് പോകുന്നതാണല്ലോ നിയമം. ഹൈക്കോടതിയിൽ നടന്നില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോകാമല്ലോ. ആമേൻ, സ്തോത്രം. യഹൂദ മതത്തിന് കഴിഞ്ഞില്ലെങ്കിൽ കൈസറുടെ മുമ്പിൽ കൊണ്ടുപോകാമല്ലോ, പിലാത്തോസിന്റെ മുമ്പിൽ കൊണ്ടുപോകാമല്ലോ. അത് നമ്മൾ ബൈബിളിൽ നിന്ന് വായിച്ചിട്ടുള്ളതാണല്ലോ. പക്ഷെ എവിടെയാണ് ഈ ചെറുക്കനെ അവർ വിട്ടുകളഞ്ഞത്? ഈ ചെറുക്കൻ്റെ മുമ്പിൽ അവർ പരാജയം സമ്മതിച്ചത്. ഭ്രാന്ത്. ആമേൻ. ഞാനിങ്ങനെയാ, ഞാൻ മാറത്തില്ല. ആമേൻ, സ്തോത്രം. വീട്ടുകാർ പരാജയം സമ്മതിച്ചു, ശരി, അവൻ നഷ്ടപ്പെട്ടു പോയി. മതം പരാജയം സമ്മതിച്ചു, അവൻ പോക്കായി, അവൻ ഇനി ഇല്ല, അവൻ ഇനി പള്ളിയിൽ കയറത്തില്ല, അവൻ ഇനി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടത്തില്ല. രാഷ്ട്രം പറഞ്ഞു, ഇവൻ പോക്കായി, ഇവനെ കൊണ്ട് ഇനി ഒരു പ്രയോജനമില്ല, രാഷ്ട്രത്തിനും പ്രയോജനമില്ല, ഇവനെ കൊണ്ടൊരു പ്രയോജനമല്ല. പക്ഷെ യേശു പറഞ്ഞു, ഞാൻ ഇവനെ പ്രയോജനപ്പെടുത്തും. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. ലോകം നിങ്ങളെ പ്രയോജനമില്ലാത്തവരെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ, നിങ്ങളുടെ ചില അവസ്ഥകളെ മുൻനിർത്തി നിങ്ങളെ മാറ്റി നിർത്തുമ്പോൾ, എൻ്റെ യേശു പറയും, ഞാൻ നിന്നെ പ്രയോജനപ്പെടും. നിന്റെ വീട്ടുകാർക്ക് നിന്നെ പ്രയോജനമില്ലായിരിക്കാം, നിന്റെ കൂട്ടുകാർക്ക് നിന്നെ പ്രയോജനമില്ലായിരിക്കാം, നിന്റെ നാട്ടുകാർക്ക്, നിന്റെ ബന്ധുക്കൾക്ക്, നിന്റെ സമൂഹത്തിന്, സമുദായത്തിന്, രാഷ്ട്രത്തിന് നിന്നെ പ്രയോജനമില്ലാത്തതായിരിക്കാം. എന്നാൽ കേൾക്കണമേ, എൻ്റെ യേശു നിന്നെ പ്രയോജനപ്പെടുത്തും. ഹല്ലേലൂയ. എൻ്റെ യേശുവിന് നിങ്ങളായിരിക്കുന്ന ഏത് സ്ഥാനത്തും കടന്നു വരുവാൻ ഒരു മടിയും ഇല്ല. അവൻ ആ ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ട് വാക്യങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാനായിട്ട് ഞാൻ ശ്രമിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു പ്രയോഗം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അതൊരു പ്രയോഗമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന് മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന് മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ശ്രദ്ധിക്കുമല്ലോ, അതൊരു പ്രയോഗമാണ്. ആ പ്രയോഗം നമ്മുടെ വീട്ടിനകത്തുണ്ടോ? ഉണ്ട്. കോഴി തൻ്റെ മുട്ടയുടെ പുറത്ത് അടയിരിക്കുന്നത് പോലെ. എങ്ങനെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നത്? ഒരു കോഴി തൻ്റെ കുഞ്ഞിൻ്റെ മുകളിൽ അടയിരിക്കുന്നത് പോലെ. ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ നിന്നെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നവനാണ് ദൈവം. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. അവൻ്റെ ആ സംരക്ഷണ വലയത്തിനകത്തു നിന്ന് നിന്നെ പുറത്തെടുക്കുവാൻ മനുഷ്യനാകട്ടെ പിശാചിനാകട്ടെ കഴിയത്തേ ഇല്ല. കോഴിയുടെ ചിറകിൻ കീഴിലെ സ്തോത്രം ആ മുട്ട സുരക്ഷിതയായി ഇരിക്കുന്നത് പോലെ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ദൈവത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ദൈവം നിന്നെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നു. ആ സാക്ഷ്യമാണ് ഈ മെസ്സേജ് ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ കേട്ടതും കഴിഞ്ഞ ഒരാഴ്ച നമ്മെ നിലനിർത്തിയതുമായ സാക്ഷ്യം. ദൈവം പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ദൈവമാണ്. ആ ചിറകിന്റെ ചുവട്ടിൽ നിന്ന് അതെ നിങ്ങളെ റാഞ്ചിയെടുക്കുവാൻ ഒരു പരുന്തിനും കഴിയത്തേയില്ല. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ യേശുവിൻ്റെ സംരക്ഷണ വലയത്തിനകത്തു നിന്ന് നിന്നെ റാഞ്ചിയെടുത്ത് കൊന്നുകളയുവാൻ ഒരു രോഗത്തിനും കഴിയത്തില്ല, ഒരു ബാധ്യതയ്ക്കും കഴിയത്തില്ല, സ്തോത്രം ഒരു കടത്തിനും കഴിയത്തില്ല, ഒരു അപമാനത്തിനും ഒരു നിന്ദയ്ക്കും മനുഷ്യനാകട്ടെ പിശാചാകട്ടെ അവരൊരുക്കുന്ന ഒരു പദ്ധതിക്കും എൻ്റെ ദൈവത്തിൻ്റെ സുരക്ഷിതത്വത്തിനകത്തു നിന്ന് നിന്നെ പുറത്തെടുക്കുവാൻ കഴിയത്തേ ഇല്ല. ഒരു വാക്യം കൂടെ ഇതുമായി ബന്ധപ്പെട്ട് പറയട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ്
എന്നെ സന്തോഷിപ്പിച്ച ആ വെളിപ്പെടുത്തൽ നടത്തുകയാണ്. നോക്കൂ, അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. ആമേൻ. അപ്പോൾ പൗലോസ് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ദൈവത്തിലാണ് ജീവിക്കുന്നത്. തീർന്നില്ല, നിങ്ങൾ ദൈവത്തിലാണ് ചരിക്കുന്നത്. മീൻസ് നിങ്ങൾ ദൈവത്തിലാണ് സഞ്ചരിക്കുന്നത്, നിങ്ങൾ ദൈവത്തിലാണ് ഇരിക്കുന്നത്. ഓ, തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. എൻ്റെ യേശുവിനെ കൂടാതെ ഒരു ജീവിതം ഇല്ലേ ഇല്ല. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, അவ்விധത്തിൽ ദൈവം നമ്മെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നു. ദൈവം അவ்விധത്തിൽ നമ്മെ സംരക്ഷിക്കുന്നു. അതുകൊണ്ടാണ് പ്രവാചകനിലൂടെ ദൈവം വിളിച്ചു പറഞ്ഞത്, എന്നെ തൊടുന്നവൻ, സ്തോത്രം, അവന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നു. ഓ, താങ്ക് യു ലോർഡ്. അவ்விധത്തിൽ ദൈവത്താൽ നിറയപ്പെട്ടവരായി നിങ്ങളായിരിക്കുന്നു. നോക്കൂ, ഈ ഒരു ശക്തിമാൻ എന്നാൽ എൻ്റെ ദൈവം, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ശക്തിമാൻ എന്ന് പറയുവാൻ യിരെമ്യാവിനെ പ്രാപ്തനാക്കിയ സംഭവം, തൻ്റെ ജീവിതത്തെ മുൻനിർത്തിയാണ് യിരെമ്യാവ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ സാക്ഷ്യം പറയുന്നത് പോലെ യിരെമ്യാവ് എന്ന് പറയുന്നത് പ്രവാചകനാണ്. പഴയ നിയമ കാലഘട്ടത്തിലെ ശക്തനും കരുത്തനുമായ പ്രവാചക ശ്രേഷ്ഠന്മാരിൽ ഒരുവനാണ് യിരെമ്യാവ്. ആ യിരെമ്യാവ് ആർക്കു വേണ്ടിയാണ്, ആരിൽ നിന്നാണ് സ്തോത്രം പ്രവചിക്കുന്നത്? ആർക്കു വേണ്ടിയാണ് പ്രവചിക്കുന്നത്? ഇസ്രായേൽ ജനത്തിന് വേണ്ടി. ആരിൽ നിന്നാണ് അവൻ്റെ ശബ്ദം? ആരുടെ ശബ്ദത്തിനൊത്തവണ്ണമാണ് അവൻ പ്രവചിക്കുന്നത്? ദൈവത്തിൻ്റെ ശബ്ദത്തിനൊത്തവണ്ണമാണ് പ്രവചിക്കുന്നത്. അപ്പോൾ അവനെ സംരക്ഷിക്കേണ്ടത് ആരാണ്? ആമേൻ. എന്തിനാണ് യിരെമ്യാവ് പ്രവചിക്കുന്നത്? എന്തിനാണ് ദൈവം പ്രവാചകന്മാരെ അയക്കുന്നത്? തൻ്റെ ജനം നടത്തപ്പെടുവാൻ, തൻ്റെ ജനം ചിതറിപ്പോകാതിരിക്കുവാൻ, തൻ്റെ ജനം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ, തൻ്റെ ജനം നശിച്ചു പോകാതിരിക്കുവാൻ, അവർക്കായി ഒരുക്കിയിട്ടുള്ള വാഗ്ദത്തങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ. ഈ പകലിലും എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്തിനാണ് നിങ്ങൾ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത്? ദൈവം നിങ്ങൾക്ക് വേണ്ടി പലതും ഒരുക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ നേർവഴിക്ക് നടന്ന് പ്രാപിക്കുവാൻ വേണ്ടി, നിങ്ങളുടെ യാത്ര തെറ്റിപ്പോകാതിരിക്കുവാൻ വേണ്ടി നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്നു. നോക്കൂ, അപ്പോൾ ആരാണ് യിരെമ്യാവിനെ സംരക്ഷിക്കേണ്ടത്? നമുക്കറിയാം, ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ തന്നെ, അവരുടെ പ്രവാചകനാണ് അവർ സംരക്ഷിക്കണം. എന്നാൽ ദൗർഭാഗ്യവശാലോ ഭാഗ്യവശാലോ അവർ സംരക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, അടിച്ച് എടുത്തൊരു കുഴിക്കകത്തിട്ടു. ആമേൻ. അങ്ങനെ നീ പോ, സ്തോത്രം, ഇതാ ദൈവത്തെക്കുറിച്ച് പറഞ്ഞ. ആമേൻ. ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ആമേൻ. നിങ്ങൾ ദൈവത്തെ വിട്ട് മറ്റെങ്ങും പോകരുത്. നിങ്ങൾ വിഗ്രഹങ്ങളുടെ പിന്നാലെ പോകരുത്. നിങ്ങൾ പാപ വഴികളിൽ നടക്കരുത്. നിങ്ങൾ ജാതികളുടെ വഴികളിൽ സഞ്ചരിക്കരുത്. നിങ്ങൾ പാപം ചെയ്യരുത്. സ്തോത്രം. ഇതാ യിരെമ്യാവ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതും വെറുതെ പറയില്ല, കണ്ണുനീരോടെ പറയുക. ഓ, താങ്കോ, സ്തോത്രം. അപ്പോൾ പ്രതിഫലം എന്താ കിട്ടിയേ? അടി, വേഷ കിട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? എടുത്ത് കാവൽപുരമുറ്റത്തെ കുഴിക്കകത്തെടുത്തിട്ടു. ആമേൻ. ഒരു കുഴിക്കകത്തെടുത്തിട്ടു. ആരെ? ദൈവത്തിൻ്റെ ഭക്തനെ. സംരക്ഷിക്കേണ്ടവർ കുഴിക്കകത്തെടുത്തിട്ടു. ഒരു നിമിഷം ആ ഭക്തൻ ചങ്ക് പൊട്ടി നിലവിളിച്ച് കാണും, കർത്താവേ, നിന്റെ വാക്ക്. നിങ്ങൾ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചു നോക്കുക. നമുക്ക് സിമ്പിളായിട്ട് പറയുവാൻ കഴിയുന്ന കാര്യമല്ല. ഒരു ഭക്തൻ്റെ ജീവിതം എത്രമാത്രം ദുസ്സഹമാണെന്ന് നിങ്ങൾക്ക് പ്രവാചകന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം. ദൈവം പറയുന്ന കാര്യം, പ്രിയരെ, ഇത് ഒരു ലോക മനുഷ്യന് ഒരിക്കലും മനസ്സിലാകാത്ത കാര്യമാണ്. ആമേൻ. സ്തോത്രം. ദൈവം നോഹയോട് ഒരിക്കൽ ഒരു കാര്യം പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ, നോഹേ, ഞാനിതാ പ്രളയം വരുത്തി എല്ലാം നശിപ്പിക്കുവാൻ പോകുക. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ദൈവം തൻ്റെ ഭക്തനോട് തന്നിലേക്ക് നോക്കി ഇങ്ങനെ വായുമ്പള തരുന്ന ഒരുത്തനോട് ദൈവം പറയുന്ന കാര്യമാണ്. എടാ നോഹേ, ഞാൻ പ്രളയം വരുത്തി ഭൂമിയെ നശിപ്പിക്കുവാൻ പോകുക. അപ്പം മഴ ഭയങ്കരമായിട്ട് പെയ്യും. നീ ഒരു കാര്യം ചെയ്തോളൂ, ഒരു പെട്ടകം ഉണ്ടാക്കി നിന്നോടൊപ്പം കയറാൻ പറ്റുന്നവരെയും ഈ ഭൂമിയിലുള്ള എല്ലാത്തിലൊന്നും ഓരോന്നിനും ഇതാ കയറ്റി നീ സേഫ് ആയിക്കൊള്ളണം. ആമേൻ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഞാൻ വായുമ്പോൾ തരുന്ന ദൈവത്തിൽ നിന്ന് ഇത് കേട്ടാൽ എനിക്കിതൊരു വിഷയമല്ല, എന്നെ കേൾക്കുന്നത് നിങ്ങൾക്ക് ഒരു വിഷയമല്ല. കാരണം നമ്മൾ വെള്ളപ്പൊക്കം കണ്ടിട്ടുള്ളവരും അറിഞ്ഞിട്ടുള്ളവരുമാണ്. പണ്ട് ഉത്തരേന്ത്യയിലായിരുന്നു, ഇപ്പം കേരളം മുഴുവൻ വെള്ളപ്പൊക്കമാണ്. ആമേൻ. അപ്പം നമുക്ക് വെള്ളപ്പൊക്കം അറിയാം. പക്ഷെ നോഹയുടെ കാലത്ത് അറിയാമോ? ഇല്ല. ആമേൻ. നോഹയുടെ കാലത്ത് വെള്ളപ്പൊക്കം ഇല്ല. അവിടെ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നത് മഞ്ഞുകൊണ്ട്. ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി വരും. ആ മഞ്ഞ് നനഞ്ഞ് മഞ്ഞ് മണ്ണിനെ കുതിർത്താണ് വൃക്ഷങ്ങൾ വളരുന്നത്. ബാക്കിയെല്ലാം ക്രമീകൃതമായിട്ട് പോകുന്നത്. ആമേൻ. ചിലതില്ലെന്ന് വെച്ചിട്ട് ദൈവം മിണ്ടാതിരിക്കത്തില്ല. അതിന് പകരം പല പരിപാടികളും ദൈവം ചെയ്യും. ആമേൻ. മഴ പെയ്യുന്നില്ലെന്ന് പറഞ്ഞ് ദൈവം മിണ്ടാതിരിക്കത്തില്ല, മഞ്ഞിനെയൊക്കെ പൊക്കിക്കോളും. നമ്മുടെ ദൈവം, സ്തോത്രം, അவ்விധത്തിൽ ശ്രേഷ്ഠനാണ്. നോക്കിയേ, അപ്പോൾ ഈ പരിപാടി അവിടെ അറിയത്തില്ല. വെള്ളപ്പൊക്കം എന്ന് പറയുന്നതിന് ഒരു സാധ്യതയില്ല. പിന്നെ മഴ, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ആമേൻ. ആരോട് ദൈവം പറയുന്നത്? തൻ്റെ ഭക്തനോട് ദൈവം പറയുക, ആ ദേശത്ത് ഒരുത്തരും കേട്ടിട്ടില്ലാത്തൊരു കാര്യം, മഴ. അവർ കേട്ടിട്ടില്ല, അവർക്ക് അറിയത്തുമില്ല. ആമേൻ.
വെള്ളപ്പൊക്കം അവർ അനുഭവിച്ചിട്ടില്ല. വെള്ളമില്ലാത്ത നാട്ടിൽ, അല്ലെങ്കിൽ വെള്ളം മുകളിൽ നിന്നോ താഴെ നിന്നോ ഉറവയായിട്ട് പൊട്ടി ഒഴുകാത്ത നാട്ടിൽ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇതാണ് ഒരു ഭക്തൻ്റെ ഏറ്റവും വലിയ കഷ്ടപ്പാട്. ഈ സംഭവവും കൊണ്ട് ഭക്തൻ ആദ്യം പേര് ആരുടെ അടുത്തായിരിക്കും? ഭക്തൻ്റെ ഭാര്യയുടെ അടുത്ത്. ഭാര്യയാണെങ്കിൽ കുറച്ചുകൂടെ മീൻകറിയൊക്കെ കോരി വെച്ച് കൊടുത്തിട്ട് പറഞ്ഞാണെങ്കിൽ ഇതും കൂടെ തിന്നുകൊണ്ട് നിങ്ങൾ അഴിച്ചു പോയി കിടന്ന് ഉറങ്ങുക, അപ്പോഴൊന്നും ശരിയാവും. ആമേൻ. ഭാര്യയല്ലേ, വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. മക്കളായതുകൊണ്ട്, നോഹയുടെ മക്കൾ നല്ല മക്കളായതുകൊണ്ട് മക്കൾ തമ്മിൽ മുഖത്തൊക്കെ ഒരു ചിരിയും ചിരിച്ചിട്ട് കുനിഞ്ഞിരുന്ന് ചിരിച്ചിട്ട് അങ്ങ് അഴിച്ചു പോയിക്കാണ്. അപ്പന് വയസ്സായപ്പോൾ എന്തോ ഒക്കെ തോന്നി. ഈ സംഭവം കൊണ്ട് നോഹ നേരെ പുറത്തു പോകുക. ബന്ധുക്കളുണ്ട്, ചാർച്ചക്കാരുണ്ട്. ആമേൻ. പലരും കൈവച്ച് കാണത്തില്ല. നോഹയ്ക്ക് നല്ല ആമ്പിളറുള്ളതുകൊണ്ട് കൈവച്ച് കാണത്തില്ല. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഭക്തൻ്റെ ഒരു വല്ലാത്തൊരവസ്ഥ. ആമേൻ. ഇവനിത് കേൾക്കുകയും ചെയ്യും, ഇതൊട്ട് പറഞ്ഞ ഒറ്റയിടത്തിന് മനസ്സിലാകത്തുമില്ല. ആമേൻ. സ്തോത്രം. അതുകൊണ്ടാണ് ഇപ്പോൾ ഭക്തന്മാരെല്ലാം ട്രെൻഡ് മാറ്റി യൂട്യൂബിൽ കയറി പ്രസംഗം ഉണ്ടാക്കിക്കൊണ്ടങ്ങ് നടക്കുന്നത്. അതാകുമ്പോൾ ഒരു പ്രശ്നവുമില്ല. എന്തിനാ തെളിവെന്ന് ചോദിച്ചാൽ യൂട്യൂബിലുണ്ടെന്ന് പറയാൻ പറ്റും. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? കർത്താവ് ഇന്നലെ രാത്രി പറഞ്ഞതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ആമേൻ. കർത്താവ് രാത്രി പറഞ്ഞതാണെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ ഇവ ഉണർന്നിരിക്കണ്ടേ രാത്രി നമുക്കൊപ്പം? അതൊന്നും നടക്കത്തില്ല. അപ്പോൾ ഇതൊരു വല്ലാത്ത സങ്കടമാണ്. ഇത് കർത്താവിനറിയാം. അതുകൊണ്ടാ സ്തോത്രം വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞത്, ആത്മാവ് സഭകളോട് പറയുന്നത്. ആത്മാവ് ആരോടാ പറയുന്നേ? ആത്മാവ് സഭകളോടാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്തിരിക്കുന്നവർക്ക് ഒരു സന്തോഷം വന്നു, ഞങ്ങളോടാണ് പറയുന്നത്. ഇല്ല, ഇതിൽ ചെവിയുള്ളത് മാത്രം കേട്ടാൽ മതി. ആമേൻ. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ മാത്രം കേട്ടാൽ മതി. ദൈവത്തിന് ഒരു നിർബന്ധവും ഇല്ല. ഇതാണ് ഈ പ്രവാചകൻ്റെ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കഷ്ടം. അവൻ കേൾക്കുകയും ചെയ്യും, ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തുമില്ല. അതൊരു വല്ലാത്ത കഷ്ടം. ആ സ്ട്രഗിൾ ചെയ്ത് സങ്കടപ്പെട്ട് നിന്ന് ഇരമ്യാവിന് കാര്യമായിട്ട് കിട്ടി. അതിനർത്ഥം ഇരമ്യാവിൻ്റെ ദൈവം പരാജയപ്പെട്ടു എന്നാണോ? ആമേൻ. സ്തോത്രം. ആരിൽ നിന്ന് സംരക്ഷണം ഒരുങ്ങുവാൻ വേണ്ടിയിട്ടാണ് ഇരമ്യാവ് ഈ ജനത്തിനോട് പ്രവചിച്ചുകൊണ്ടേയിരിക്കുന്നത്, രാജാവിനോട് പ്രവചിച്ചുകൊണ്ടേയിരിക്കുന്നത്? ശത്രു രാജ്യങ്ങളിൽ നിന്ന് അവർ സംരക്ഷിക്കപ്പെടണം. ശത്രു അവരെ കൊള്ളയാക്കി കൊണ്ടുപോകരുത്. അവരുടെ സ്ത്രീകളെ പിടിച്ചു കൊണ്ടുപോകരുത്. അവരുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ഷണ്ണന്മാരും അടിമകളുമാക്കി തീർക്കരുത്. അവൻ്റെ പാനപാത്രം വഹിക്കുവാൻ നിർത്തരുത്. ഇത് മുൻകൂട്ടി കണ്ട് പ്രവചിച്ചു കൊണ്ടിരിക്കുക. നീ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. ആരിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി? ശത്രു രാജ്യത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി. എന്നാൽ സ്തോത്രം, സ്വന്തം രാജ്യം രക്ഷിക്കാനില്ലാതെ വന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? ആ ശത്രുവിലൂടെ തൻ്റെ ഭക്തന് വീണ്ടെടുപ്പൊരുക്കി. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നവർ, നിങ്ങൾ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, ഒത്തിരി പേർക്ക് വേണ്ടി കരയുന്നുണ്ടായിരിക്കാം, ഒത്തിരി പേർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം, ഒത്തിരി പേർക്ക് വേണ്ടി പലതും സഹിക്കുന്നുണ്ടായിരിക്കാം. അവർ നിങ്ങളുടെ പ്രതീക്ഷകൾ നിങ്ങൾക്ക് ഏറ്റതുപോലെ നിറവേറ്റാതെ വരുമ്പോൾ നിങ്ങൾ തളർന്നു പോകണ്ട. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. അവരുടെ ഇന്നത്തെ പേര് നിങ്ങളുടെ ശത്രു എന്നായിരിക്കാം. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മിത്രങ്ങൾ നിന്നെ സഹായിക്കാതിരിക്കുമ്പോൾ, ബന്ധുക്കൾ നിന്നെ സഹായിക്കാതിരിക്കുമ്പോൾ, ചാർച്ചക്കാർ നിന്നെ സഹായിക്കാതിരിക്കുമ്പോൾ, സഹായിക്കുവാൻ കടപ്പെട്ടവർ നിന്നെ സഹായിക്കാതിരിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയരെ തിരിച്ചറിയ്, നീ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിന്ന് ചിലരെ നിനക്ക് സഹായികളായി എൻ്റെ ദൈവം എഴുന്നേൽപ്പിക്കും. നോക്കൂ, ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 39:40 4-ാമത്തെ വാക്യം. അവന്റെ ചങ്ങല അഴിച്ച് അവനെ രക്ഷിക്കേണ്ടവർ അവനെ സ്തോത്രം ഉപദ്രവിച്ച് ചങ്ങലയിലാക്കിയപ്പോൾ പ്രതീക്ഷിക്കാത്ത ശത്രു രാജ്യത്ത് നിന്ന് ദൈവം അവന് സഹായം വരുത്തി. ഹല്ലേലൂയ. നമ്മുടെ പ്രതീക്ഷ സ്തോത്രം പുറത്തിറങ്ങി നിന്നിട്ട് ആകാശത്തിലേക്ക് നോക്കണം. എന്നിട്ട് നമ്മൾ പറയും ആകാശം നീലയാണെന്ന്. ആകാശം നീലയല്ല, നമ്മുടെ കണ്ണിൻ്റെ പരിധിയാണത്. ആമേൻ. നമ്മുടെ കണ്ണ് അത്ര വരെ എത്തത്തുള്ളൂ. എന്നാൽ അതിനപ്പുറം എന്തെന്നറിയുന്ന ഒരു കർത്താവുണ്ട്. ആമേൻ. സ്തോത്രം. നമുക്ക് കാണുവാൻ കഴിയുന്നതിനപ്പുറം കാണുന്ന ഒരു കർത്താവുണ്ട്. എൻ്റെ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് അളക്കുവാൻ കഴിയുന്നതിനപ്പുറം അളക്കുന്ന ഒരു കർത്താവുണ്ട്. നീ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിന്ന് 2024 നിനക്ക് വേണ്ടി എൻ്റെ ദൈവം വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും. നീ പ്രതീക്ഷിക്കാത്ത കൂട്ടത്തിൽ നിന്ന് ദൂത സഹോദര, ആ ജോലി സ്ഥലത്ത്, ആ രാജ്യത്ത് നീ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളെ നിനക്ക് വേണ്ടി എൻ്റെ ദൈവം എഴുന്നേൽപ്പിക്കും. അവർ ഇന്ന് നിനക്ക് ശത്രുക്കളായിരിക്കാം, അവർ ഇന്ന് നിനക്ക് പ്രതിയോഗികളായിരിക്കാം. മാതാവേ, പിതാവേ, നിന്റെ മക്കളായിരിക്കുന്ന ആ സ്ഥാനത്ത്, ആ രാജ്യത്ത് നീ പ്രതീക്ഷിക്കാത്ത ചിലരെ അവർക്ക് വേണ്ടി എൻ്റെ ദൈവം എഴുന്നേൽപ്പിക്കും. അവരുടെ തൊഴിൽ മേഖലയ്ക്ക് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, അവരുടെ മുൻപോട്ടുള്ള ജീവിതത്തിന് വേണ്ടി. ഇന്ന് അവരുടെ പേര് പ്രതിയോഗി എന്നായിരിക്കാം. ഇന്ന് അവരുടെ പേര് ഓ സ്തോത്രം, അവനും ഇങ്ങനെ മോശക്കാരൻ എന്ന് പറയുന്ന, അവനോട് കൂട്ടുകൂടല്ലേ എന്ന് പറയുന്നവൻ ആയിരിക്കാം. എന്നാൽ ചിലരെ എൻ്റെ ദൈവം എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. സ്തോത്രം. നീ പ്രതീക്ഷിക്കാത്തവരെ. ആമേൻ. സ്തോത്രം. ആ വീട്ടിനകത്ത് പ്രശ്നങ്ങളുടെ മധ്യത്തിലായിരിക്കുമ്പോൾ
പ്രിയ സഹോദരി, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർ എനിക്കൊപ്പം നിൽക്കും, അവർ എനിക്ക് വേണ്ടി സംസാരിക്കും, അവർ എനിക്ക് വേണ്ടി. എന്നാൽ കേൾക്കണമേ, പ്രതീക്ഷിക്കാത്ത ചിലരെ ഈ 2024 എൻ്റെ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും. നിന്റെ കുടുംബം തകർന്നു പോകാതിരിക്കുവാൻ വേണ്ടി, നീ ആ കോടതിയിൽ നിന്ന് തലകുനിച്ച് മടങ്ങാതിരിക്കുവാൻ വേണ്ടി, നീ ഭർത്താവില്ലാത്തവളായി തീരാതിരിക്കും. ഓ റാഥാന ഷഖ, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നീ ഭർത്താവില്ലാത്തവളായി തീരാതിരിക്കുവാൻ വേണ്ടി, നീ ഒറ്റപ്പെട്ട് പോകാതിരിക്കുവാൻ വേണ്ടി, നീ കെട്ടിക്കയറിയ നിന്റെ ഭവനം നിനക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി, സഹോദരി കേൾക്ക്, എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ശത്രുപാളയത്തിൽ നിന്ന് ചിലരെ, ഓ ത്യാഗിലോൺ, ശത്രുപാളയത്തിൽ നിന്ന് ചിലരെ എഴുന്നേൽപ്പിക്കും. നീ ആ ദേശത്തിൽ പട്ടുപോകാതിരിക്കുവാൻ വേണ്ടി ശത്രുപാളയത്തിൽ നിന്ന്, ശത്രുക്കളുടെ കൂട്ടത്തിൽ നിന്ന് ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ, ആമേൻ. ഇത് ഇരമ്യാവിലൂടെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാമെന്ന് വെച്ചാൽ വലിയ പാടാണ്. കാരണം ഈ ചരിത്രമെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്കുള്ള അല്പസമയം നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾക്കറിയാവുന്ന മറ്റൊരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം. ആമേൻ. സഭ തുടങ്ങി, ആമേൻ, ഹല്ലേലൂയ, ഭയങ്കര അനുഗ്രഹമായിട്ട് സഭ മുൻപോട്ട് പോകുന്നുണ്ട്. ഒരു സ്ഥലത്തൂടെ അനുഗ്രഹം, അപ്പുറത്തെ സ്ഥലത്തൂടെ ഉപദ്രവം. ആമേൻ. അപ്പോൾ സഭ നെടുമ്പാട് വീണ്, 1-ാം നൂറ്റാണ്ടിലാണ് കേട്ടോ, സഭ നെടുമ്പാട് വീണ് പ്രാർത്ഥിക്കുക, കർത്താവേ ഈ കഷ്ടതയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. പത്രോസിനെ എഴുന്നേൽപ്പിക്കുമോ, അപ്പുറത്ത് നിൽക്കുന്ന യോഹന്നാനെ എഴുന്നേൽപ്പിക്കുമോ, അപ്പുറത്ത് നിൽക്കുന്ന വേറൊരുത്തരെ എഴുന്നേൽപ്പിക്കുമോ, ഇനി മേശയിൽ ആഹാരം വിളമ്പുന്ന ആരെങ്കിലും എഴുന്നേൽപ്പിക്കുമോ, അല്ലെങ്കിൽ അപ്പുറത്ത് അത് പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്ന ഏതെങ്കിലും സഹോദരിമാരുടെ മക്കളെ എഴുന്നേൽപ്പിക്കുമോ, സഹോദരിമാരെ എഴുന്നേൽപ്പിക്കുമോ. സഭ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നോക്കുന്ന മുഖങ്ങളിലൊന്നും അങ്ങനെ പ്രതീക്ഷ വയ്ക്കുവാൻ പറ്റുന്ന ഒരൊറ്റ സാധനമില്ല. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവരുടെ നോട്ടം എത്താത്ത സ്ഥലത്ത് നിന്ന് ഒരുത്തനെ കൊണ്ടുവന്നു. അവൻ്റെ പേരാണ് പൗലോസ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പൗലോസ് ശത്രുവാണ്. ആമേൻ. ശൗൽ എന്ന പൗലോസ് സഭയുടെ ശത്രുവാണ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾക്ക് 1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, കൊന്നുമുടിക്കുവാൻ മഹാപുരോഹിതന്മാരുടെ അധികാര പത്രവും വാങ്ങി, സമ്മത പത്രവും വാങ്ങി കുതിരപ്പുറത്ത് കയറി വന്നവനാണ് ശൗൽ. ദൈവം പറഞ്ഞു, അവിടെ നിന്നൊരുത്തനെ നിനക്ക് തരാം. ഓ താങ്ക് ഗോഡ്. അനന്യാസേ, നീ പുറത്തു വാ. നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി അവിടെ നിന്ന്, യഹൂദന്മാരുടെ പാളയത്തിൽ നിന്ന്, മതാനുസാരികളുടെ പാളയത്തിൽ നിന്ന് നിനക്ക് തരാം. നിന്റെ ശത്രുവിന്റെ പാളയത്തിൽ നിന്ന്, ഇന്നലെ വരെ നിന്നെ ഉപദ്രവിച്ച, നിന്നെ തകർത്ത് കളയുവാൻ വട്ടം കൂടുന്ന, കൂട്ടം കൂടുന്ന, അപമാനിക്കുവാൻ തക്കവിടം എഴുന്നേൽക്കുന്ന നിൽക്കുന്ന ആ ശത്രുവിന്റെ പാളയത്തിൽ നിന്ന് എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ചിലരെ എഴുന്നേൽപ്പിക്കും. ഓ ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നോക്കിയേ, ശത്രുവിനെ കൊണ്ട് ദൈവം ഇരമ്യാവിൻ്റെ വീണ്ടെടുപ്പ് ഒരുക്കി. ആ വീണ്ടെടുപ്പിനെ മുൻനിർത്തിയാണ് ഇരമ്യാവ് പറയുന്നത്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ അവൻ ശക്തിമാനാണ്, അവൻ എനിക്ക് വേണ്ടി വാദിക്കും. താങ്ക് യു ലോർഡ്, സ്തോത്രം. നിങ്ങൾ ഇരമ്യാവിൻ്റെ ജീവിതം വായിച്ചു നോക്കുക. എനിക്ക് ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഈ ഇരമ്യാവിനെ കുറിച്ച് നല്ലത് പറയാൻ വേണ്ടി ശത്രു രാജ്യത്ത് നിന്ന് ആൾ വരിക, എന്നിട്ട് ഇവൻ്റെ രാജ്യത്തുള്ളവരോട് പറയുക, ഇരമ്യാവ് നല്ലവനാണ്, ഇവൻ നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഇവൻ ദൈവത്തിൻ്റെ ഭക്തനാണെന്ന് ആരോട് പറയും? ഈ ഇരമ്യാവിനെ പിടിച്ച് കുഴിയിലിട്ടിരിക്കുന്ന രാജാവിനോട് പറഞ്ഞു കൊടുക്കുക, എടാ നിങ്ങളുടെ പ്രവാചകൻ നല്ലവനാണ്, ഞങ്ങളുടെ ശത്രുവായ ദൈവത്തിൻ്റെ നല്ല പ്രവാചകനാണെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങൾ മുന്തിരിത്തോട്ടവും എല്ലാം കൊടുത്ത് വേണമെങ്കിൽ ഞങ്ങളുടെ കൊട്ടാരത്തിനകത്ത് അവന് റൂം വരെ കൊടുക്കാൻ തയ്യാറാണെന്ന്. ഹല്ലേലൂയ. നോക്കിയേ, നമ്മുടെ ദൈവം എത്ര വലിയവൻ. ആ തിരിച്ചറിവിലാ ഇരമ്യാവ് പറഞ്ഞത്, എൻ്റെ ദൈവം ശക്തിമാനാണ്, നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ അറിവിനും അപ്പുറമായി പ്രവർത്തിക്കുവാൻ ശക്തി ഉള്ളവനാണ്. ആ ദൈവത്തിൻ്റെ ശക്തി. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ ദിവസങ്ങൾ അനുഭവിക്കുവാൻ പോകുന്ന ഒരു ദൂത് പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നിങ്ങളുടെ ജീവിതത്തിന് വിരോധമായി കെട്ടി ഉയർത്തപ്പെടുന്ന ചില കൂട്ടുകെട്ടുകളെ അവൻ്റെ ശക്തി തകർക്കും. താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നോക്കൂ, ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, അവരുടെ ഭാഷ അവൻ കലക്കി. ആമേൻ. അവർ ഒരു വലിയ ഗോപുരമുണ്ടാക്കി. ബാബേലിലാണ് അവർ ഒരു വലിയ ഗോപുരമുണ്ടാക്കി. എന്നിട്ട് അവർ പറഞ്ഞു, ഞാൻ ദൈവത്തിനൊപ്പം നിൽക്കുവാൻ, സ്തോത്രം, ദൈവത്തിൻ്റെ അടുക്കലെത്തുവാൻ തക്കവണ്ണം ഒരു ഗോപുരം പണിയുന്നു. ദൈവത്തോട് മത്സരിക്കുന്ന ഒരു ഗോപുരം, ദൈവത്തോട് മത്സരിക്കുന്ന ഒരു കൂട്ടം ജനം. ആമേൻ. ആ ജനത്തിൻ്റെ ഭാഷ കലങ്ങുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും ദൈവവും മനുഷ്യനുമായിട്ടുള്ള പ്രശ്നമേ. അല്ല, ദൈവത്തിന് വിരോധമായി നിൽക്കുന്നവൻ ദൈവത്തിൻ്റെ ഭക്തനുമായി എന്നും പ്രശ്നത്തിലായിരിക്കും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിനക്ക് വിരോധമായി നിൽക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ നിന്റെ ദൈവത്തിൻ്റെ ശത്രുക്കളാണ്. അതാണ് സങ്കീർത്തനം 2-ൽ പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, അവരെ, നിന്റെ ദൈവത്തിന് വിരോധമായി നിൽക്കുന്നവരെ,
ദേശത്തിൽ നിന്റെ ദൈവത്തിൻ്റെ നാമത്തെ തകർത്ത് കാണുവാൻ, നിന്റെ ദൈവത്തിൻ്റെ നാമത്തെ ഇകഴ്ത്തുവാൻ തക്കവണ്ണം പദ്ധതികൾ ഒരുക്കുന്ന, കൂട്ടുകെട്ടുണ്ടാക്കുന്ന ചിലതിനെ എൻ്റെ ദൈവം പൊളിക്കും. ചില ഗൂഢാലോചനകളെ എൻ്റെ യേശു പൊളിക്കുക. നിന്റെ ജീവിതത്തിന്, നിന്റെ ആത്മീയ ജീവിതത്തിന്, നിന്റെ സാക്ഷ്യത്തിന് വിരോധമായി സ്തോത്രം കെട്ടി ഉയർത്തപ്പെടുന്ന ചില ഗോപുരങ്ങളെ എൻ്റെ യേശു തകർക്കുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ചിലതിനെ കർത്താവ് പൊളിക്കും. എൻ്റെ ദൈവം ശക്തനാ. ദേശത്തിലെ കൂട്ടുകെട്ടുകളെ പൊളിക്കുവാൻ, ദേശത്തിലെ കൂട്ടുകെട്ടുകളെ പൊളിക്കുവാൻ എൻ്റെ ദൈവം. അതേ എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ കേൾക്ക്. ദൈവത്തിനും നിനക്കും, അതേ ദൈവത്തിനും അവന്റെ ഭക്തനായ നിനക്കും വിരോധമായി കെട്ടി ഉയർത്തപ്പെടുന്ന കൂട്ടുകെട്ടുകളെ പൊളിക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. താങ്ക് യു ലോർഡ്. അതേ ആ തൊഴിലിടത്തിൽ നിനക്ക് വിരോധമായി കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്ന ആ കൂട്ടുകെട്ടുകളെ പൊളിക്കുവാൻ, ആ ഗൂഢാലോചനകളെ, അതെ നിനക്ക് വിരോധമായി നീ കാണാതെ പറയപ്പെടുന്ന ഗൂഢാലോചനകളെ തകർക്കുവാൻ ചില ഗൂഢാലോചനകളെ, ചില ഗൂഢാലോചനക്കാരെ എൻ്റെ യേശു തകർക്കുക. നിന്റെ കുടുംബ ജീവിതത്തിന് വിരോധമായി ഗൂഢാലോചന നടത്തുന്ന ചില കൂട്ടങ്ങളുടെ ഭാഷ എൻ്റെ യേശു കലക്കിക്കളെ. താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുമിച്ച് സംസാരിച്ച് നിന്റെ കുടുംബ ജീവിതത്തെ വഷളാക്കുവാൻ, നിന്റെ ഭാവിയെ നശിപ്പിക്കുവാൻ, നിന്റെ തലമുറകളെ നശിപ്പിക്കുവാൻ ഇനി ഒരു കൂട്ടം ദേശത്തിൽ ഇല്ലാത്ത വിധത്തിൽ ചില കൂട്ടുകെട്ടുകളെ, നിന്റെ ആത്മീയ ജീവിതത്തിന് വിരോധമായ ചില കൂട്ടുകെട്ടുകളെ, പൈശാചികമായ മാനുഷികമായ ചില കൂട്ടുകെട്ടുകളെ, നിന്റെ ബിസിനസ്സിന് വിരോധമായ ആ ദേശത്തിൽ നീ നന്മ പ്രാപിക്കരുതെന്ന്, ആ രാജ്യത്തിൽ നിന്റെ തലമുറ നന്മ പ്രാപിക്കരുതെന്ന്, അവിടെ നീ മാനിക്കപ്പെടരുതെന്ന് പറഞ്ഞ് പൈശാചികമായ മാനുഷികമായ ചില കൂട്ടുകെട്ടുകൾ, യേശുവിൻ നാമത്തിൽ പിശാചും മനുഷ്യനും ചേർന്നുണ്ടാക്കുന്ന ചില കൂട്ടുകെട്ടുകളെ, ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇതിങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ പാടായിരിക്കും. പക്ഷേ ഇരമ്യാവ് തന്നെ അതിന് വ്യക്തത നൽകുന്നുണ്ട്. ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 32-19 വാക്യത്തിൽ അവൻ പറയുന്നു, അവൻ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാണ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചുമ്മാ കാടടച്ച് വെടിവെക്കുന്ന ദൈവമല്ല, എന്തെങ്കിലും പ്രവർത്തിച്ചിട്ട് പോകുന്ന ദൈവമല്ല. ദൈവത്തിന് വ്യക്തമായൊരു ആലോചനയുണ്ട്. താങ്ക് യു ലോർഡ്. ചിലർ നിനക്ക് വിരോധമാണ്, നിനക്ക് ദോഷമാണെന്ന് എൻ്റെ ദൈവത്തിന് അറിയാം. ചില കൂട്ടുകെട്ടുകൾ നിനക്ക് ദോഷമാണെന്ന് എൻ്റെ ദൈവത്തിന് അറിയാം. ചില കൂട്ടുകെട്ടുകൾ നിന്റെ കുടുംബത്തിന് ദോഷമാണെന്ന് എൻ്റെ ദൈവത്തിന് അറിയാം. ചില കൂട്ടുകെട്ടുകൾ നിന്റെ കുടുംബ ജീവിതത്തിന് ദോഷമാണെന്ന് എൻ്റെ ദൈവത്തിന് അറിയാം. ചില കൂട്ടുകെട്ടുകൾ നിന്റെ ആത്മീയ ജീവിതത്തിന് ദോഷമാണെന്ന് എൻ്റെ ദൈവത്തിന് അറിയാം. ചില കൂട്ടുകെട്ടുകൾ സഭയ്ക്ക് ദോഷമാണെന്ന് ദൈവത്തിന് അറിയാം. ചില കൂട്ടുകെട്ടുകൾ നിന്റെ തലമുറകൾക്ക് ദോഷമാണെന്ന് ദൈവത്തിന് അറിയാം. ചില കൂട്ടുകെട്ടുകൾ നിന്റെ ഭാവിക്ക് ദോഷമാണെന്ന്, നിന്റെ തലമുറകളുടെ ഭാവിക്ക് ദോഷമാണെന്ന് എൻ്റെ യേശുവിന് അറിയാം. അതെ, അവൻ ആലോചനയിൽ വലിയവനാ. എൻ്റെ യേശുവിന് അറിയാം അവൻ അതിനെ തകർക്കും. ആമേൻ. വിരോധമായി ശത്രു കെട്ടി ഉയർത്തുന്നത് നിനക്ക് വിരോധമായി, അത് മതിലാകട്ടെ, എൻ്റെ യേശു മതിൽ പൊളിക്കും. അത് കാരാഗ്രഹമാകട്ടെ, എൻ്റെ യേശു അതിൻ്റെ അടിസ്ഥാനങ്ങളെ ഇളക്കും. താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില മതിലുകൾ യേശുവിൻ നാമത്തിൽ ചില മതിലുകളെ കർത്താവ് പൊളിക്കുക. വിരോധമായി കെട്ടി ഉയർത്തപ്പെടുന്ന എൻ്റെ കർത്താവിന് അറിയാമെന്നേ. നിനക്കറിയാത്ത ചിലത് എൻ്റെ കർത്താവിന് അറിയാം. എവിടെയാണ് നീ തളർന്നു നിൽക്കുന്നത്? എന്തിനു മുൻപിലാണ് നീ തളർന്നു നിൽക്കുന്നത്? ആരുടെ വാക്കുകൾക്ക് മുമ്പിലാണ് നീ തളർന്നു പോകുന്നത്? എവിടെയാണ് നീ നിരാശപ്പെട്ടു പോകുന്നത്? അതെൻ്റെ യേശുവിൻ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അതേ 32-19 വാക്യം വായിക്കുമ്പോൾ, സ്തോത്രം, എന്നെ കേൾക്കുന്ന പ്രിയരെ, അവിടെ ഇരമ്യാവ് വ്യക്തമാക്കുന്നുണ്ട് അവരുടെ പ്രവൃത്തിയുടെ ഫലം അവർ അനുഭവിക്കാതെ പോകത്തില്ല. നിനക്ക് വിരോധമായി പ്രവർത്തിക്കുന്നവരോട് സന്തോഷത്തോടെ വിളിച്ചു പറയട്ടെ, എന്നെ കേൾക്കുന്ന ഭക്ത, എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, അതെ നിനക്ക് വിരോധമായുള്ള പ്രവൃത്തികളുടെ ഫലം അവർക്ക് നൽകുവാൻ കഴിവുള്ള ഒരു ദൈവം നിനക്കുണ്ട്. നീ ആ ദൈവത്തെ സേവിക്കുന്നു. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അവൻ്റെ പ്രവൃത്തി നിനക്ക് ദോഷമാണെങ്കിൽ അവന് പ്രതിഫലം കൊടുക്കുവാൻ ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉണ്ടായിരുന്നാൽ മതി. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഇതാണ് ഇതിനകത്തുള്ള പ്രശ്നം. ദൈവം പ്രവർത്തിക്കാൻ വരുമ്പോൾ നമ്മുടെ വടിവാളും വാരിക്കുന്തവുമായിട്ടൊക്കെ മുമ്പ് നിൽക്കുക. എന്തിനാ? ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ. ദൈവത്തിൻ്റെ പണി ചെയ്യാൻ നല്ലതുപോലെ അറിയാം. നമ്മളാരും പകരം പറയാനും പോകണ്ട, നമ്മളാരും വാളെടുക്കാനും പോകണ്ട. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മിണ്ടാതിരുന്ന് ദൈവം എന്തെന്ന് അറിയണം. ആമേൻ. നീ മിണ്ടാതിരുന്നാൽ നിന്റെ ദൈവം എന്തെന്ന് നിനക്ക് കണ്ണുകൊണ്ട് കണ്ടറിയാൻ പറ്റും.
താങ്ക് യു ലോർഡ്. പലരും മിണ്ടാതിരിക്കാത്തത് കൊണ്ടാണ് ദൈവം എന്തെന്ന് ഇതുവരെ അറിയുവാൻ കഴിയാത്തത്. അതുകൊണ്ട് മിണ്ടാതിരിക്കണം. ആമേൻ. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങളുടെ ശത്രുവിൻ്റെ പ്രവൃത്തി അത് നിങ്ങൾക്ക് ദോഷം വരുത്തുന്നതാണെങ്കിൽ അവർ പ്രതിഫലം വാങ്ങും. നിങ്ങളുടെ പ്രവൃത്തി ദോഷമാണെങ്കിൽ നിങ്ങൾ പ്രതിഫലം വാങ്ങും. നോക്കൂ, ആമേൻ. അവൻ്റെ വഴികളൊക്കെ ദൈവം അറിയുന്നു. ആമേൻ. ശത്രുവിൻ്റെ വഴിയും അറിയും. അയ്യോ, പള്ളിയിൽ പോകുന്ന ഞാൻ വിളിച്ചു പറയാം കർത്താവിനോട്, കർത്താവേ, ഞാൻ പള്ളിയിൽ വരുന്നതാണ്, പ്രസംഗിക്കുന്ന ആളാണ്, നീ എൻ്റെ ശത്രുവിൻ്റെ വഴി മാത്രം നോക്കിയാൽ മതി. കർത്താവ് പറയും, എടാ മോനെ, ആ പരിപാടി എനിക്കില്ല, നിന്റെ വഴിയും ആദ്യം നോക്കും, എന്നിട്ടേ ഞാൻ അവൻ്റെ വഴി നോക്കത്തുള്ളൂ. ആമേൻ. ആദ്യം ദൈവം നമ്മുടെ വഴി നോക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ആ പാർഷ്യാലിറ്റി ഇല്ല. ദൈവം നമ്മുടെ വഴി, നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന കാര്യമാണ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ ഉപവസിക്കുന്നുണ്ട്, നമ്മൾ ആരാധനയ്ക്ക് പോകുന്നുണ്ട്, നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട്, നമ്മുടെ വഴി ദൈവം നോക്കത്തില്ലെന്ന്. ദൈവം തുടങ്ങുന്നത് നമ്മുടെ വഴിയിൽ നിന്നാണ്. നോക്കിയേ, ന്യായാധിപന്മാരുടെ പുസ്തകം പരിശോധിക്കുമ്പോൾ അവിടെ ഭക്തനായൊരു മനുഷ്യൻ, അവൻ്റെ വഴി ദൈവം നോക്കുകയാണ്. ആമേൻ. ദൈവത്തിൻ്റെ വഴികളിൽ അവൻ നടന്നു എന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു. അവൻ്റെ അമ്മയപ്പന്മാർ അവനെ വളർത്തേണ്ടതുപോലെ വളർത്തി, അവൻ അതുപോലെ വളർന്നു. ആമേൻ. നമ്മൾ പലരും വളർത്തേണ്ടതുപോലെ വളർത്തുന്നുണ്ട്, അവർ വളരേണ്ടതുപോലെ വളരുന്നില്ല. അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. വളർത്തേണ്ടതുപോലെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അവരെ വളർത്തുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ആമേൻ. സ്തോത്രം. അയ്യോ, ഞാൻ വളർത്തിയിട്ടും അവർ വളർന്നില്ലല്ലോ, അത് നമ്മുടെ ഡ്യൂട്ടി അല്ല. ആമേൻ. നമ്മുടെ ഡ്യൂട്ടി എന്താണോ അത് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഈ പയ്യൻ വളർന്നു. ശിംശോൻ എന്ന് പറയുന്ന പയ്യനല്ല കേട്ടോ, ഭയങ്കര ശക്തനാ, ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ഭയങ്കര ശക്തനാ. അവൻ അങ്ങനെ വളരേണ്ടതുപോലെ മാതാപിതാക്കൾ പറഞ്ഞത് കേട്ട് ദൈവത്തിൻ്റെ വഴികളിൽ അവൻ വളർന്നു. വളർന്നപ്പോൾ എന്ത് ചെയ്തു? 1000 ഫെലിസ്ത്യ മല്ലന്മാർ, 1000 ഫെലിസ്ത്യന്മാർ ഇങ്ങനെ മുമ്പിൽ വന്നുകൂടി. ആ വന്നുകൂടിയവരുടെ മുമ്പിൽ അവൻ തളർന്നു പോകാതിരിക്കുവാൻ ദൈവം അവനെ ശക്തനാക്കി. ഹല്ലേലൂയ. സ്തോത്രം. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചേ. ഇവൻ ദൈവത്തിൻ്റെ വഴിയിലല്ല നടന്നത്, അപ്പുറത്തോ ഇപ്പുറത്തുള്ള ആരുടെങ്കിലും ക്ലബ്ബുകാരുടെ വഴിയിലാണ് നടന്നിരുന്നതെങ്കിൽ ഈ 1000 പേരെ കാണുമ്പോൾ ആദ്യം തന്നെ ക്ലബ്ബുകാർ ഓടിയനെ. ആമേൻ. ഏതെങ്കിലും രാജാവാണെങ്കിൽ അവനും ഓടിയനെ. 1000 മല്ലന്മാരോട് അത് പറ്റത്തില്ലെന്ന് പറഞ്ഞേനെ. ഹല്ലേലൂയ. പക്ഷെ ദൈവം അവനെ ശക്തനാക്കി തീർത്തു. താങ്ക് യു ലോർഡ്. ആമേൻ. കുന്ന് 1, 2, 3 എന്ന ക്രമത്തിൽ ശത്രുവിനെ കൊന്നു മുടിക്കുവാൻ തക്കവണ്ണം ദൈവ വഴികളിൽ നടന്ന ശിംശോനെ ശക്തനാക്കി തീർത്തു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്റെ വഴി ദൈവത്തിന്റെ വഴിയാണെങ്കിൽ, താങ്ക് യു ലോർഡ്, അവൻ വരച്ച വഴിയിലൂടെ നീ നടക്കുവാൻ തയ്യാറാകുമെങ്കിൽ, കുന്ന് 3, 4 എന്ന ക്രമത്തിൽ നിനക്ക് മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ശത്രു അവരെത്ര പ്രബലരായിരുന്നാലും അവരെ തകർക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിന്നെ ശക്തനാക്കി തീർക്കും. അവൻ ശക്തിമാൻ മാത്രമല്ല, നിന്നെ ശക്തിമാനാക്കുന്നവനത്രേ. നിന്റെ വഴി ദൈവ വഴിയാണോ, നീയും ശക്തിമാനാ. സർവശക്തനായ ദൈവം എவ்விധത്തിൽ ശക്തിമാനായിരിക്കുന്നുവോ അவ்விധത്തിൽ നീയും ശക്തിമാനായിരിക്കും. ആമേൻ. അപ്പോൾ ഒരിക്കൽ ഒരാളിനോട് ചോദിച്ചു, ദൈവദാസനെ, എങ്ങനെയാണ് നീ ശക്തനായിരിക്കാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു, ക്രൂശിൽ കയറുന്നത് വരെ മരിക്കാതിരിക്കാനുള്ള ശക്തി യേശുവിനുണ്ടായിരുന്നു, അതുപോലെ നിനക്കും ശക്തി ഉണ്ടാവും. അങ്ങനെ ശക്തിക്കായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ന്യായാധിപന്മാരുടെ പുസ്തകം പിന്നെയും വായിക്കട്ടെ. 15-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ ചിരിച്ചു കളഞ്ഞെങ്കിലും നിങ്ങൾക്ക് അത് മനസ്സിലാക്കുവാനുള്ള കാര്യങ്ങളുണ്ട്, മനസ്സിലാക്കുക. ആമേൻ. ശക്തി ശത്രുവിനെ തകർക്കുവാൻ മാത്രമല്ല, സ്വയം തളർന്നു പോകാതിരിക്കുവാനും വേണ്ടിയാണ്. ഹല്ലേലൂയ. സ്തോത്രം. നോക്കിയേ, 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ, 15-ാമത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് പിന്നെയും കാണുവാൻ കഴിയും, ആ ശത്രുക്കൾ സ്തോത്രം, ആമേൻ, ശിംശോന് മുമ്പിൽ തകർന്നു പോകുന്നത്. ശിംശോന് വിരോധമായി, ശിംശോനെ തകർത്ത് കളയുവാൻ, അവനെ ബന്ധിക്കുവാൻ എഴുന്നേറ്റ ശത്രു തകർന്നു പോയി. എന്നാൽ ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ശിംശോന്റെ വഴി അല്പമൊന്ന് ഡീവിയേറ്റ് ചെയ്യപ്പെട്ടു. ആമേൻ. ശിംശോൻ കുറേ ദൂരം നടന്നപ്പോൾ ശിംശോന് ബോറടിച്ചു. എന്നും ഒരേ വഴി. ആമേൻ. എന്നും ഒരേ പള്ളി, അതങ്ങനെ തന്നെ ഇരിക്കുന്നു. ആമേൻ. എന്നും ആ വഴി കൂടെ തന്നെ പോകണം. അവിടെയാണെങ്കിൽ ചെളിയും പോകണം. സ്തോത്രം, പാട്. അപ്പോൾ അങ്ങനെ ശിംശോൻ എന്ത് ചെയ്തു? വേറൊരു വഴിയെ കൂടെ അല്പം അങ്ങോട്ട് നടന്നു. വേറൊരു വഴിയെ കൂടെ നടന്നപ്പോൾ പ്രസംഗമില്ല, പാട്ടില്ല, കൈയിടിയിൽ ഒന്നും വേണ്ട. അവിടെ ദലീല എന്നൊരു സ്ത്രീ ഇരിപ്പുണ്ട്, മടിയിൽ തലവെച്ച് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. അങ്ങനെ ശിംശോൻ ദലീലയുടെ മടിയിൽ സുഖമായിട്ട് തലവെച്ചുറങ്ങി ദൈവത്തിൻ്റെ വഴി വിട്ടകന്നു പോയി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വഴി വിട്ടകന്നു പോയി. തുടർന്ന് എന്താ സംഭവിക്കുന്നത് ഞാൻ കൂടുതൽ പറയത്തില്ല, 2 വാക്കിൽ പറഞ്ഞു പോകട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ അവരവനെ കുരങ്ങ് കളിപ്പിച്ചു. ആമേൻ. ചങ്ങലയിട്ട് കെട്ടി ഒരു സ്ഥലത്ത് കൊണ്ടിട്ടിട്ട്, ഇവിടെ ഇരിക്കുന്ന പിള്ളേർക്ക് മനസ്സിലാവത്തില്ല, പ്രായമുള്ളവർക്ക് മനസ്സിലാവും. പണ്ട് കുറേ കാലം മുമ്പ് നമ്മുടെയൊക്കെ ചെറുതിലെ കുരങ്ങന്മാരെയും കൊണ്ട് അപ്പൂപ്പന്മാർ റോഡിൻ്റെ സൈഡിലൊക്കെ വന്നേക്കും. സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഒരു കമ്പി ഇങ്ങനെ കാണിച്ചിട്ട് കുരങ്ങനോട് പറയാം, അങ്ങോട്ട് ചാടാ കുരങ്ങ് എന്ന് പറയുമ്പോൾ കുരങ്ങ് ഈ വട്ടത്തിനകത്തൂടെ അങ്ങോട്ട് ചാടും.
തിരിച്ചു ചാടാൻ പറയുമ്പോൾ കുരങ്ങ് അങ്ങോട്ട് ചാടും. എപ്പോഴാ? വഴി വിട്ട് പോയപ്പോൾ. ഞാൻ സിംഷോനെ കുറിച്ചാണ് പറഞ്ഞ കേട്ടോ. സിംഷോനെ അവിടുത്തെ പെണ്ണുങ്ങൾ അരിയാട്ടി ഒപ്പം ഇരുന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുക. അവൻ നീ അങ്ങോട്ട് ചാടി കളിക്കടാ. അവിടെ അരിയാട്ടൽ നടക്കുക. കൊട്ടാരത്തിലെ വേലക്കാരികളൊക്കെ അരിയാട്ടിക്കൊണ്ടിരിക്കുന്നതിനടുത്ത് ഒരു എൻ്റർടൈൻമെൻറ്റ്. നമ്മളിപ്പോൾ ആഹാരം കഴിക്കുമ്പോൾ മൊബൈൽ കണ്ട് എൻ്റർടൈൻമെൻറ്റ്, അതുപോലെ എൻ്റർടൈൻമെൻറ്റായി മറ്റുള്ളവരുടെ മുമ്പിലേ സ്തോത്രം അവർക്ക് പറഞ്ഞു ചിരിക്കുവാനുള്ള ഒരു പരിഹാസ വിഷയമായി മാറി. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവ വഴി വിട്ടകലുമ്പോൾ തിരിച്ചറിയുക, പരിഹാസ വിഷയമായി മാറും. മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കുവാനുള്ള, മറ്റുള്ളവർക്ക് കണ്ട് പരിഹസിക്കുവാനുള്ള, അങ്ങോട്ട് കിണ്ടുവാനും ഇങ്ങോട്ട് കിണ്ടുവാനും എടുത്തിട്ട് അലക്കുവാനുമുള്ള പരിഹാസ വിഷയമായി മാറാതിരിക്കുവാൻ ദൈവ വഴി വിട്ട് മാറരുത്. ഹല്ലേലൂയ. നീ ദൈവ വഴി വിട്ട് മാറാതിരുന്നാൽ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും ശക്തൻ ആകുന്നു. അതേ ശത്രു അവൻ എത്ര പ്രബലനാണെങ്കിലും അപ്പോസ്തലൻ പൗലോസ് പറയും, ഞാൻ ബലഹീനനാണ്. ശരിയാ, ഞാൻ ബലഹീനനാണ്, എനിക്ക് ശൂലമുണ്ട്. ശരിയാ, ഞാൻ ചങ്ങലയിലാണ്. ശരിയാ, ഞാൻ നാളെ വെള്ളത്തിൽ കിടന്ന് ഒരുപാട് വെള്ളം കുടിച്ച് തളർന്നു പോയിട്ടുണ്ട്. ശരിയാ, ഞാൻ ക്ഷീണിതനാണ്, അടി കൊണ്ടിട്ടുണ്ട്. ശരിയാ, എങ്കിലും ഒരു ശത്രുവും എനിക്ക് മുമ്പിൽ നിൽക്കത്തില്ല. കാരണം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് മുമ്പിൽ വെളിപ്പെട്ടു വരുന്ന ശത്രുവിനെയും ശത്രുവിന്റെ പദ്ധതികളെയും തകർക്കുവാൻ ഞാൻ മതിയായവൻ ആകുന്നു. തളർന്നിട്ടുണ്ടായിരിക്കാം. ഇന്നലകളിൽ കടന്നു വന്ന പ്രതിസന്ധികൾ, പ്രതികൂലങ്ങളിൽ പിടിക്കപ്പെട്ട് നിങ്ങൾ തളർന്നിട്ടുണ്ടായിരിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയരേ, നിങ്ങൾ നശിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങൾ ദൈവ വഴിയിലാണോ? നിങ്ങളെ ശക്തനാക്കുന്നവൻ, ശക്തിമാനായവൻ, അതെ, നിങ്ങളെ ശക്തനാക്കി മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വാക്ക് കൂടെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ദൈവത്തിൻ്റെ ആലോചനയുടെ വലിപ്പം. ഹല്ലേലൂയ. ഇത് മാനുഷ്യമായ ചിന്തകൾക്ക് അപ്പുറമായുള്ളൊരു തലം. ശ്രദ്ധിക്കണമേ, അബ്രഹാമിൻ്റെ വിശ്വസ്തതയെ നീതിയായിട്ട് എണ്ണിയ ദൈവം, ആ ദൈവം ആഗ്രഹിക്കുകയാണ് അബ്രഹാമിനെ വർദ്ധിപ്പിക്കണം. ശ്രദ്ധിക്കുമല്ലോ, അബ്രഹാമിൻ്റെ വിശ്വസ്തതയെ നീതിയായി എണ്ണിയ ദൈവം. ഉൽപ്പത്തി പുസ്തകത്തിലെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ആ ദൈവം ആഗ്രഹിക്കുന്നു ഇവനെ വർദ്ധിപ്പിക്കണം. വർദ്ധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആമേൻ. വർദ്ധിക്കണമെങ്കിൽ നുറുങ്ങണം. ഹല്ലേലൂയ. നിനക്കൊരു വർദ്ധനവ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, 2024 നീ വർദ്ധനവ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, 2023 നീ നുറുങ്ങിയത് 2024 നീ വർദ്ധിക്കുവാൻ, ഓ താങ്ക് യു ലോർഡ്. ഈ 2023 നീ നുറുങ്ങിയത്, എന്നെ കേൾക്കുന്ന സഹോദരി, സഹോദര, മാതാവേ, കുഞ്ഞുമക്കളെ കേൾക്ക്. ഈ 2023 നിങ്ങൾ നുറുങ്ങിയത് 2024 നിങ്ങൾ വർദ്ധിക്കുവാൻ വേണ്ടിയാ. നുറുക്കമില്ലെങ്കിൽ വർദ്ധനവില്ല. നീ ആ തൊഴിലിടത്തിൽ നുറുങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ നിനക്ക് വർദ്ധനവുണ്ട്. നീ ആത്മീയ ജീവിതത്തിൽ നുറുങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ നിനക്ക് വർദ്ധനവുണ്ട്. നീ കുടുംബ ജീവിതത്തിൽ നുറുങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ നിനക്ക് വർദ്ധനവുണ്ട്. നീ എവിടെയൊക്കെ നുറുങ്ങിയിട്ടുണ്ട്, ഓ റാഥാന ഷഖറ, ഓ യെസ്, തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നുറുങ്ങിയിട്ടുണ്ടെങ്കിൽ നിനക്ക് വർദ്ധനവുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നുറുക്കം ഉണ്ടെങ്കിലേ വർദ്ധനവുള്ളൂ. പക്ഷേ ഇതൊക്കെ ഒരു സാധാരണ വിശ്വാസിയുടെ അടുത്ത് പറഞ്ഞാൽ വിശ്വാസിക്ക് മനസ്സിലാവില്ല. അവൻ പറയും, കർത്താവേ, ഞാൻ നിന്നെ മാറ്റിയിട്ട് വേറെ ആളിനെ ഇവിടെ കൊണ്ടുവരുമെന്ന് പറയും. ആമേൻ, സ്തോത്രം. അങ്ങനെ പറയുന്നവരാ നമ്മൾ. അപ്പൊ ദൈവം എന്ത് ചെയ്യും? അതാണ് ദൂത്. അപ്പം ദൈവം നോക്കി ഇവനെ വർദ്ധിപ്പിക്കണം. പക്ഷെ ഇവൻ്റെ മുമ്പ് ഇന്ന് ഞാൻ ഇനി നിന്നെ നുറുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞ് കാല് പിടിക്കും. കർത്താവേ, ഞാൻ 75 വർഷം കിടന്ന് നുറുങ്ങിയതാണ്, ഇപ്പോഴും നുറുക്കാൻ തീർന്നിട്ടില്ല. നീ എന്നെ ഇനി ഒന്നും ചെയ്യരുതേ. ഞാൻ എങ്ങനെയെങ്കിലും, നീ ഇനി എൻ്റെ കൂട്ടത്ത് വന്നില്ല കുഴപ്പമില്ല, ഞാൻ ഏതെങ്കിലും മൂലയിലിരുന്ന് പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് കരയും. അപ്പം ദൈവം ഇങ്ങനെ നോക്കി നിൽക്കുക. ദൈവം അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അബ്രഹാം യാഗം കഴിക്കാൻ തുടങ്ങി. യാഗം കഴിച്ചുകൊണ്ട് നിന്നപ്പോൾ ദൈവം നോക്കി നിൽക്കുക, കൊള്ളാം. അപ്പോഴാണ് അബ്രഹാം അറിയാതെ കൈയെടുത്തൊന്ന് വീശി ഒരു റാഞ്ചം പക്ഷി അങ്ങ് പറന്നുപോയി. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അതങ്ങനെ പറയുന്നു ഉൽപ്പത്തി പുസ്തകം 15:11. അല്ലാതെ ഈ റാഞ്ചം പക്ഷിയെ ഓട്ടിക്കേണ്ട വല്ല കാര്യമുണ്ട്? ഇത്രയും കഷ്ടപ്പെട്ട് യാഗം നടത്തണം? അങ്ങനെയൊന്നുമില്ല. എങ്ങനെ പറ്റി? ദൈവം ചാടി ഇറങ്ങി വന്ന്, അബ്രഹാമേ, നീ കാണിച്ചത് മോശമായിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് നിന്നെ ഞാൻ നുറുക്കും, പക്ഷേ ഞാൻ വർദ്ധിപ്പിക്കും. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ചിലത് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ചില പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ദൈവം നോക്കി നിൽക്കുക. അതൊരു കാരണമായി കണ്ട് നിന്നെ ഒന്ന് നുറുക്കിയിട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി. ആമേൻ. ചിലത് ദൈവം കാണുന്നതേ, നമ്മുടെ ചില കുറവുകളും വീഴ്ചകളും കാണുന്നതേ ചവിട്ടി തേക്കാനല്ല. ഓ താങ്ക് ഗോഡ്. പലരും ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നേ, എൻ്റെ കുറവ് ദൈവം കണ്ടാൽ ഇപ്പം ദൈവം എടുത്തിട്ട് ചവിട്ടും, എൻ്റെ വീഴ്ച ദൈവം കണ്ടാൽ ദൈവം എന്നെ ചവിട്ടിക്കള. അല്ല, ദൈവം ഇത് നോക്കിയിരിക്കുക, നിന്നെ ഈ പേരിലൊന്ന് നുറുക്കി വർദ്ധിപ്പിക്കുവാൻ. ഓ താങ്ക് ഗോഡ്. 2023 ചില വീഴ്ചകളെ എൻ്റെ യേശു കാണുന്നുണ്ട് കേട്ടോ. ആമേൻ. നുറുക്കാൻ പോവുക. യെസ്,
വർദ്ധിക്കുവാൻ ഒരു ജാതിയായി, ശക്തന്മാരുടെ ഒരു ജാതിയായി എന്നോ ഏതോ ഒരു കാലത്ത് തീർന്നു പോകാതെ ഇന്നും ഈ 2024 പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് പശ്ചിമേഷ്യയിൽ ഒരു ലോകത്തെ മുഴുവൻ വിറപ്പിക്കുവാൻ തക്കവണ്ണം ശക്തന്മാരായ രാജ്യമായി മാറുവാൻ തക്കവണ്ണം അബ്രഹാമിനെ നുറുക്കിയ ദൈവം അതേ ചില വീഴ്ചകളുടെ പേരിൽ അതേ അവൻ നുറുക്കുകയാ നിന്നെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി. ഓ താങ്ക് യു ലോർഡ്. ആ ദൈവം ആലോചനയിൽ വലിയവനാണ്. ഹല്ലേലൂയ. ഒരു നിമിഷം ആ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് സമർപ്പിക്കാമോ? ഒന്നുകൂടെ വിളിച്ചു പറയാമോ? എൻ്റെ ദൈവം ശക്തിമാൻ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ശക്തിമാൻ. ഓ ഹല്ലേലൂയ. ഒരു നിമിഷം പ്രാർത്ഥിച്ച് ആ ശക്തിമാനായവൻ, സ്തോത്രം, ഒരു ശത്രുവിനും തോൽപ്പിക്കുവാൻ കഴിയാത്തവൻ, ഒരു പ്രതിയോഗിയുടെ മുമ്പിലും നിന്നെ വിട്ടുകളയാത്തവൻ, ഒരു പ്രതിസന്ധിയിലും നിന്നെ ഇട്ടിട്ട് പോകാത്തവൻ, ഒരു സാഹചര്യത്തിന് മുമ്പിലും നിന്നെ ഉപേക്ഷിക്കാത്തവൻ, ആ കർത്താവ്, ആ ശക്തിമാൻ, അവന്റെ ശക്തിയുള്ള പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുക. പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമായവൻ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ. ഈ പകലിൽ ഒപ്പമായിരിക്കുന്ന ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങ് ഇവരെ വീണ്ടെടുക്കുന്ന കൃപയ്ക്കായി, ഇവരിലെ രോഗികളെ അങ്ങ് സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി. അപ്പാ 2023 ആ രോഗത്തിന്റെ ഞെരുക്കം ഇവരെ വല്ലാതെ ബാധിച്ചു കർത്താവേ. 2024 സൗഖ്യത്തോടെ, ആരോഗ്യമുള്ള ശരീരത്തോടെ സ്വന്തം കാര്യങ്ങൾ ക്രമപ്പെടുത്തുവാൻ തക്കവണ്ണം യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. എൻ്റെ കർത്താവ് നിന്നെ ശക്തനാക്കുക, നിന്റെ ബലഹീനതകളെ കർത്താവ് മാറ്റുക, നിന്റെ ശരീരത്തെ തളർത്തി കളയുന്ന, നിന്റെ ശരീരത്തെ ബലഹീനപ്പെടുത്തുന്ന, നിന്നെ നിരാശപ്പെടുത്തുന്ന യേശുവിന്റെ നാമത്തിൽ എല്ലാ ബലഹീനതകളെയും താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അപ്പൻ സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി രോഗികൾ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് സൗഖ്യമാക്കുക. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ രോഗത്തിലായിരിക്കുന്നവരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ശക്തനായവൻ, ആ രോഗത്തിലും ശക്തനായവൻ, ക്യാൻസറിലും ശക്തനായവൻ, യേശുവിൻ നാമത്തിൽ റിവർ സിറോസിസിലും ശക്തനായവൻ, ഇന്ന് പകലിൽ ചിലരെ സൗഖ്യമാക്കിയ താങ്ക് യു ലോർഡ്. അപ്പോൾ അങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി നന്ദി കർത്താവേ. ഓ സ്തോത്രം. ആ ബാധിപ്പുകളിൽ നിന്ന് ഇവരെ അങ്ങ് പുറത്തു കൊണ്ടുവരുന്ന കൃപയ്ക്കായി, തകർത്ത് കളയുവാൻ തക്കവണ്ണം എഴുന്നേൽക്കുന്ന ശത്രുവിന് മുമ്പിൽ അപ്പാ ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തൊഴിലിടത്തിലെ ആ ശത്രുവിൽ നിന്ന് ഇവരെ അങ്ങ് പുറത്തു കൊണ്ടുവരണമേ. കുടുംബ ജീവിതത്തിലെ ആ ശത്രുവിൽ നിന്ന് വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ഇവരെ തകർത്ത് കളയുവാൻ തക്കവണ്ണം വെല്ലുവിളി ഉയർത്തുന്ന ആ ശത്രു യേശുവിൻ നാമത്തിൽ അപ്പനങ്ങ് ശക്തരാക്കി മാറ്റുന്ന, ഇവരെ ശക്തരാക്കി മാറ്റുന്ന കൃപയ്ക്കായി നിന്റെ ശത്രുവിനെ ജയിക്കുവാൻ തക്കവണ്ണം ശക്തനായവൻ മുഖാന്തരം നീ ശക്തിമാനാകിയ, ദേശത്തിലെ ശക്തിമാനാകിയ ആ ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ തകർക്കുവാൻ, അന്ധകാര മണ്ഡലങ്ങളെ തകർക്കുവാൻ, മദ്യപാനികളുടെ കോട്ടകൊത്തളകമായി മാറിയ ദേശത്തെ ആ കോട്ടകൊത്തളങ്ങൾ നിന്റെ പ്രാർത്ഥനയിൽ തകരപ്പെടുകയാണ്. നിന്റെ പ്രാർത്ഥനയിൽ, നിന്റെ ആത്മീയ ജീവിതത്തിൽ നിന്റെ മേൽ പകരപ്പെടുന്ന ശക്തിയാൽ തലമുറകളെ ഭരിക്കുന്ന ആ അടിമത്വത്തിലാക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ യേശുവിൻ നാമത്തിൽ അപ്പനെ ഈ ജനത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രൈസർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.